ഇതില് ഒരു കാര്യമുണ്ട്. ഇവിടെ കേരളത്തില് ഈ ബിസിനസ്സുകളായാലും സ്ഥാപനങ്ങളായാലും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രണ്ടുപേരും അതിലൊന്ന് മുസ്ലിങ്ങളാണ്. രണ്ടാമത്തെ ആളുകള് സംഘികളാണ്. സംഘികളെ സ്ഥാപനങ്ങൾ ആക്രമിക്കുക, പൂട്ടിക്കുക, അവിടെ വന്ന് കച്ചറണ്ടാക്കുക, ബിസിനസിന്റെ സമരം ചെയ്യുക, അങ്ങനത്തെ കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാവൂല. അങ്ങനെ സംഭവം ഉണ്ടാവാറില്ല. കാരണം സംഘികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ രണ്ട് ടീമിലുള്ള ആളുകൾക്കും ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദുക്കളെ നടത്തുന്ന സ്കൂളുകളുണ്ട്. ഇപ്പം NSS ആയാലും SNDP ആയാലും മറ്റുള്ള സ്കൂളുകൾ ഇവരൊക്കെ നടത്തുന്ന സ്കൂളുകളിൽ ഈ ഹിജാബ് ഇട്ടിട്ട് വരാൻ പല ആളുകളും അനുമതി കൊടുക്കുന്നുണ്ട്. പക്ഷെ സംഘത്തിന്റെ സ്കൂളുകളിലില്ല. ഇപ്പൊ വിദ്യാനികേതനിലില്ല, അതുപോലെ ചിന്മയ മിഷനിലില്ല, അമൃതാനന്ദമയി മാഡത്തിന്റെ സ്കൂളുകളിലില്ല. എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണ മിഷനിലുണ്ട് തോന്നുന്നു, അനുമതി കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ചില സ്കൂളുകൾ ഇല്ലാത്ത സ്കൂളുകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്കില്ല, ഹിന്ദു സ്കൂളുകളിലില്ല. പക്ഷെ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ സഭയിൽപ്പെട്ടുള്ള ആളുകളും കോൺഗ്രസിന്റെ 10-30 MLA മാരും അതുപോലെ തന്നെ 5-8 MP മാരായിട്ടുള്ള ആളുകളൊന്നും ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു പ്രശ്നത്തില് ക്രിസ്ത്യാനികളുടെ ഭാഗത്തുള്ള ആളുകൾ ക്രിസ്ത്യാനികളുടെ കൂടെ നിന്ന ചരിത്രമില്ല. പിന്നെ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല. ഒരു ഭീകരവാദത്തിന് പോലും ഒരു പ്രകടനം നടത്തിയിട്ടില്ല. അവര് ഈ മെഴുകുതിരി കത്തിച്ചിങ്ങാണ്ട് ഒരു നടത്തമുണ്ട് അവർക്ക്. അതുപോലെ കറുത്ത ഇൻസ്ട്രക്ഷനെ മുൻനിർത്തിയുടെ നടത്തമുണ്ട്. ആ നടത്തം ഹിന്ദുക്കൾക്കെതിരെയാണ് നടത്താറുള്ളത്. മെയിൻ ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ, സംഘപരിവാർ സംഘടനകൾക്കെതിരെയൊക്കെ നടത്താറുള്ളത്. പക്ഷെ ഒരു ഭീകരവാദത്തിനെതിരെയും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരും ക്രൈസ്തവ സംഘടനകൾ നടന്നിട്ടില്ല. ആ ഒരു കോൺഫിഡന്റ് ഈ മുസ്ലിങ്ങൾക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തില് തൃശ്ശൂര്, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സകലമാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ്. മനസ്സിലായി? അപ്പൊ ഈ ഒരു വിഷയത്തില് അവർ പരാജയപ്പെടുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് അവർ വന്ന് കോംപ്രമൈസ് ചെയ്യും, എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളെ കൂടെ നിൽക്കും, അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ വിഷയത്തില് സഭയുടെ വലിയൊരു ഒരു ഒരു പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ലെങ്കിലും ആ രണ്ട് കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ മുന്നിൽ വന്ന് വളരെ ഊർജത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പറയുകയും നല്ല നിലപാടെടുക്കുകയും ആ PTA പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ വന്ന് കൃത്യമായ കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്ത് ആ ഒരു തന്റെ ഇടത്തോടു കൂടി നിന്നതിന്റെ ഫലമായിട്ട് സംഗതികൾ വിജയിച്ചിട്ടുണ്ട്. സാധാരണ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സഭകള് വാലും ചുരുട്ടിങ്ങാണ്ട് കോയയുടെ മുന്നിൽ പോയിട്ട് അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കാറുണ്ടായിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാറ്റം വന്നത് തന്നെ ഒരു അത്ഭുതകരമാണ്. അല്ല, മാറ്റം വന്നു പോയതാണ്. മാറ്റം വന്നു പോയതിന്റെ കാരണം മുനമ്പം വിഷയത്തില് സഭ ഒത്തിരി ഒത്തുതീർപ്പിന് ശ്രമിച്ചു. തങ്ങളെ നോക്കി, SDPI നോക്കി, VT സതീശൻ വന്നു, മാൻഡ്രേക്ക് വന്നു, കമ്മീഷൻ വന്നു, ഹൈഡി വന്നു. അങ്ങനെ ഒത്തിരി എന്തെങ്കിലും ഒരു പോസിബിൾ ഒത്തുതീർപ്പ്, ഒരു മാന്യമായ ഒത്തുതീർപ്പ്, അല്ലെ എന്തെങ്കിലും ഒരു സഭ കീഴടങ്ങിയിട്ടുള്ള ഒത്തുതീർപ്പിന് വരെ മുനമ്പത്തും ബാക്ക്ഗ്രൗണ്ടിൽ ചർച്ച നടന്നു. 100% സഭയും കീഴടങ്ങിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് വരെ അവിടെ എല്ലാം കേക്ക് കൊടുക്കുന്നു, തുപ്പൽ ബിരിയാണി വിതരണം ചെയ്യുന്നു, അങ്ങനെ പല അഭ്യാസങ്ങളും കളിച്ചു നോക്കി. പക്ഷേ ജിഹാദി മുനമ്പം വിഷയത്തിലും വഖഫ് വിഷയത്തിലും മൃഗീയമായ സ്റ്റാൻഡാണ്. സഭയെ കില്ലപ്പട്ടിയെ പോലെയാണ് ജിഹാദികൾ പരിഗണിച്ചത്. ലീഗും SDPIയും UDF-ഉം LDF-ഉം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മീഡിയയും മുനമ്പം വിഷയത്തിലും വഖഫ് വിഷയത്തിലും സഭയെ കില്ലപ്പട്ടിയെ പോലെയാണ് പരിഗണിച്ചത്. അതോടുകൂടി സഭയ്ക്ക് ഒരു ചെറിയ വെളിവുണ്ടായി. കാരണം ഇവന്മാരുടെ കാല് നക്കിയാലും പ്രയോജനമില്ല. ഇവന്മാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വെട്ടിക്കൊല്ലും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വീഴും. ഇത് 10-30 വർഷമായിട്ട് ക്രിസംഗികൾ പറയുന്നതും സംഘം പറയുന്നതും BJP പറയുന്നതുമാണ് ശരി എന്ന ഒരു ബോധ്യത്തിലേക്ക് സഭ 100% വന്നു കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സാധാരണഗതിയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിലൊക്കെ ഈ സംഘപരിവാറിനെതിരെ കാസയ്ക്കെതിരെയൊക്കെ പ്രസ്താവനയായിട്ട് വരുന്ന ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ കംപ്ലീറ്റ് ഇക്കാര്യത്തിൽ ഓഫായി. ഈ പെയ്ഡ് കൂടിയിലോസോ വിജിത്യോസോ വരുന്ന പോലെയല്ല. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമുക്കെതിരെ കമന്റ്, ഞാൻ എല്ലാവരുടെയും ഈ സ്ഥിരം കമന്റോളികളുടെ ഒക്കെ പോയി നോക്കിയപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഇത് അപകടമാണ്, ഇത് അപകടമാണ്, ഈ അപ്പിക്കുപ്പായവും തലക്കോണകവും നാളെ ഇവര് പറയാൻ പോകുന്നത് യൂണിഫോം വേണം. ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ യൂണിഫോമിന്റെ പുറത്ത് ഒരു അപ്പിക്കുപ്പായ കൊടുക്കുന്നു, യൂണിഫോമിന്റെ പുറത്തൊരു തലക്കോണകം കെട്ടുന്നു എന്നാണ് പറയുന്നത്. നാളെ ഇവര് പറയാൻ പോകുന്നത് സ്കൂളിൽ യൂണിഫോം വേണം, സ്കൂളിൽ 60% സ്റ്റുഡന്റ് ഞങ്ങളാണ്, അതുകൊണ്ട് ബാക്കി 40% പെൺകുട്ടികളും ഹിജാബ് ഇടണം.
നാളെ ബാക്കി 40 ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പർദ്ദയിൽ കയറണം എന്ന് SDPI ആവശ്യപ്പെടും. ഇന്നത്തെ ഓർഡർ എന്താ? ഇന്നവർ ചോദിച്ചിരിക്കുന്ന ഓർഡർ എന്താ? ഞമ്മന്റെ കുട്ടിക്ക് അഭികുപായവും തലക്കോണവും വേണമെന്നാണ് ചോദിച്ചത്. ഓർഡർ വേണം, ഗവൺമെന്റ് ഓർഡർ വേണം. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സ്കൂളുകളിൽ ഞങ്ങളെ പെൺകുട്ടികളാണ് കൂടുതൽ, അതുകൊണ്ട് യൂണിഫോമിന്റെ ഭാഗമായിട്ട് അപ്പിക്കുപ്പായവും തലക്കോണവും യൂണിഫോമിന്റെ ഭാഗമാക്കണം എന്നാവശ്യപ്പെടും. ഇത് സഭയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി. വരാൻ പോകുന്നത് നാണം കെട്ട് അപമാനിതരായിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ പർദ്ദയ്ക്കകത്ത് കയറേണ്ടി വരും. നാണം കെട്ട് അപമാനിതരായിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഈ ഹിജാബ് ഇടേണ്ടി വരും, ഈ തലക്കോണം ഇടേണ്ടി വരും. അത് കേരളത്തിലെ 100% ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അച്ഛന്മാർക്കും മെത്രാന്മാർക്കും ബോധ്യമായി. ഇതിന് കൂട്ടുപിടിക്കുന്നത് കേരളത്തിലെ 8 പന്നക്കഴിവേറികളായിട്ടുള്ള ക്രിസ്ത്യൻ MP മാരും 35 പന്നക്കഴിവേറികളായിട്ടുള്ള ക്രിസ്ത്യൻ MLA മാരും ആയിരിക്കും എന്നുള്ള കാര്യം മെത്രാൻസന്മാർക്ക് ബോധ്യമായി. അവർ ചോദിക്കാൻ പോകുന്ന അത് അതെ അച്ഛോ, നമ്മുടെ പിള്ളേര് ഒരു മുസ്ലിങ്ങളിൽ ഇടുന്ന പോലെ ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് കുഴപ്പം വല്ലതും വരുന്നുണ്ടോ അച്ഛോ? അവരത് ഇട്ടോട്ടെ അച്ഛോ. പിന്നെ ഒരു ചാക്കി കയറുന്ന പോലെ, ഒരു വേസ്റ്റ് ബാഗിന്റെ അകത്ത് കയറുന്ന പോലെ അല്ലേ ഉള്ളു, പിള്ളേരെ ആരും കാണത്തില്ലല്ലോ, അതുകൊണ്ടാണ് പർദ്ദയ്ക്കത്. അതായത് കേരള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഓൾറെഡി പർദ്ദ വാങ്ങിച്ചു കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് സഭയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ അലയൻസുകാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഓൾറെഡി അവരുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മെമ്പർനോത്തിക്കും മകൾക്കും പർദ്ദയും തലക്കോണവും അപ്പിക്കുപ്പായവും വാങ്ങിച്ചു കഴിഞ്ഞു. ഇന്നലെ വാങ്ങിച്ചതല്ല, 2004 2014 തന്നെ. ഇനി പപ്പൂക്കാർ അധികാരത്തിൽ വന്നാൽ അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നേരത്തെ ഇട്ട് പഠിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടില് പല കേരള കോൺഗ്രസ്സുകാരും. സ്റ്റാൻലി സാറെ, ഇതിനകത്ത് വേറൊരു വിഷയം കൂടിയുണ്ട്. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തില് പഠിക്കുന്ന ഹിന്ദു കുട്ടികളും ക്രിസ്ത്യാൻ കുട്ടികളും അനുഭവിക്കേണ്ടി വരുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഇസ്ലാമിക സ്കൂളിൽ പഠിക്കുന്ന, മുസ്ലിം സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും നമസ്കരിച്ചിരിക്കണം, അതല്ലെങ്കിൽ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി മൂടിക്കെട്ടി വരണം എന്ന ഒരു നിയമം വന്നാൽ അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രത്യാഘാതവും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുക. സഭയ്ക്ക് മനസ്സിലായി. നേരത്തെ നമ്മൾ പറയുമ്പോൾ ജ്ഞാനതീർത്ഥ പറഞ്ഞത് കറക്റ്റ് ആണ്. അതാണ് അടുത്ത അജണ്ട എന്ന്. അതായത് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് അജണ്ടയാണ്, ഹാർഡ് അജണ്ട. ഇപ്പൊ പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്, ഇരവാദം. ഞങ്ങൾ ഒരു കൊച്ചൊരു തലയിൽ ഒരു കോണം ഇടുന്നതിന് കുഴപ്പമൊന്നും, യൂണിഫോമിന്റെ മുഖത്ത് വേറൊരു ഉടുപ്പിടുന്ന യൂണിഫോം അകത്ത് കിടപ്പുണ്ട്, അതിന്റെ മുകളിൽ ഒരു മൂടി കൂടി ഇടുന്നതിന് ഒരു വേസ്റ്റ് ബാഗ്, ബ്ലാക്ക് വേസ്റ്റ് ബാഗ് കുഴപ്പമില്ല. പക്ഷേ ഇത് അംഗീകരിച്ചാൽ അടുത്തത് പറയുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും വേസ്റ്റ് ബാഗിൽ കയറണം, അപ്പിക്കുപ്പായത്തിൽ കയറണം. ഇത് ആ ഡിമാൻഡ് വരുമ്പം കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസും മീഡിയയും എല്ലാവരും അയ്യോ മറ്റേ പിള്ളേർ 10 വർഷമായിട്ട് ഇടുന്നില്ല, പിന്നെ നിങ്ങളുടെ പിള്ളേർക്ക് ഇട്ടാ എന്താ കുഴപ്പം? ഇതാണ് വരാൻ പോകുന്നത്. ഇതാണ് സഭയെ മാറ്റി ചിന്തിപ്പിച്ചത്, അച്ഛന്മാരെയും മെത്രാന്മാരെയും മാറ്റി ചിന്തിപ്പിച്ചത്. കാരണം അടുത്തെത്തിയിരിക്കുന്നു, ചെകുത്താൻ അടുത്തെത്തിയിരിക്കുന്നു, ചെകുത്താൻ വാളുമായി അടുത്തെത്തിയിരിക്കുന്നു. 1921 റിപ്പീറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് ഈ ഹമാസ് പരിപാടി, കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇവിടെ നടത്തിയ ഹമാസ് പരിപാടി കൃത്യമായിട്ടുള്ള മിലിറ്ററി പ്രിപ്പറേഷൻ ആയിരുന്നു. ഹമാസിന്റെ പേരിൽ ഇവിടെ നടന്നിരിക്കുന്നത് മിലിറ്ററി അലൈൻമെന്റ് ആണ്. 1921 പോലെ 3 വയസ്സുള്ള കൊച്ചു തുടങ്ങി പെണ്ണുങ്ങളടക്കം ആണുങ്ങളടക്കം കംപ്ലീറ്റ് കോമ്പാക്ട് റെഡി ആയിരിക്കുകയാണ്. PFIയുടെയും SDPIയുടെയും നേതൃത്വത്തിൽ കോമ്പാക്ട് റെഡി ആയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇനി അവരെ തടയാൻ പറ്റത്തില്ല, ആർമിക്ക് മാത്രമേ തടയാൻ പറ്റത്തുള്ളൂ. അപകടം അടുത്തെത്തിയിരിക്കുന്നു, ചെകുത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു എന്ന് കന്യാസ്ത്രീക്കും അച്ഛനും ബോധ്യമായി. ഞങ്ങൾ ഇത് 10-30 വർഷം മുമ്പിലേ പറഞ്ഞതാണ്. ചെകുത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു, ആയുധധാരിയായ ചെകുത്താൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പോലീസും വിദ്യാഭ്യാസ വകുപ്പും മീഡിയയും എല്ലാം ചെകുത്താന്റെ കൂടെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായി. ഇതുവരെ ഫോബിയ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, സത്യം പറയുന്നവനെ സംഘി ഗാസ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം ഗാസ പറഞ്ഞതാണ് സത്യം, സംഘം പറഞ്ഞതാണ് സത്യം, BJP പറഞ്ഞതാണ് സത്യം, ഇവിടുത്തെ ദേശീയവാദികൾ പറഞ്ഞതാണ് സത്യം, മീഡിയ പറഞ്ഞതല്ല സത്യം. മീഡിയ മറച്ചു വെച്ചതാണ് സത്യം. മീഡിയ സത്യം മറച്ചു വെക്കുകയായിരുന്നു. ജിഹാദി ഭീമാകാരനായിട്ട് വളർന്നു. ഭൂതത്തെ കുടത്തിൽ നിന്നും തുറന്നു വിട്ട പോലെ, കുപ്പിയിൽ നിന്നും തുറന്നു വിട്ട പോലെ ഭൂതം വിശ്വരൂപം എടുത്തു. സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സഭകളെയും
ഹിന്ദു ജാതികളെയും എല്ലാം വിഴുങ്ങും. ഇപ്പൊ NSSന്റെ SNDPയുടെയും സ്കൂളുകളിൽ ഈ അപ്പിക്കുപ്പായവും ഈ കൂട്ട ഇതെല്ലാം ഇപ്പോഴാണ് പിള്ളേർ വരുന്നത്. ഇന്നലെ അത് ജിഹാദികളെല്ലാം വലിയ എഴുന്നള്ളിച്ച് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻകുട്ടികൾ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നത്, കാസർകുട്ടന്മാരാണ് പ്രശ്നമുണ്ടാക്കുന്നത്, NSSകാരും SNDPക്കാരും ഞങ്ങളുടെ അപ്പിക്കുപ്പായത്തിനും തലക്കോണകത്തിനും എതിര് പറയുന്നില്ല എന്ന് വലിയ അഭിമാനത്തോടെയാണ് പറയുന്നത്. അതിനകത്ത് അപകടം ഇന്നലെ കൊണ്ട് കൃത്യമായിട്ട് NSSനും SNDPക്കും ബോധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SNDPയും NSSും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. SNDPക്കും NSSനും ഇക്കാര്യത്തിൽ അവരെ വിളിക്കില്ല കേട്ടോ. അവരെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അവരെന്തൊക്കെയാ വിളിച്ചു പറയാനൊന്നും പറയാൻ വേണ്ടിട്ട് പറ്റൂല. കാരണം അവരുടെ സ്കൂളുകളിൽ ഈ ഹിജാബ് ഇട്ട് പോകാനുള്ള അനുവാദം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ SNDPന്റെ NSSന്റെയും എനിക്ക് സുഹൈലെ ഉമ്മാക്കില്ലേ പോകാനുള്ള അനുവാദം ഉണ്ട്. അതാണ് കോയക്ക് വളാവുന്നത്. ഇവിടെ തരാതരം ഓരോരുത്തരും ഓരോ വിഷയത്തെ സംബന്ധിച്ചും എന്ത് അഭിപ്രായം പറയണം എന്ന് ഏതാണ്ട് ഇന്നത്തെ ആളുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ സംഭവിച്ചത് നമ്മുടെ മൗനമാണ് അദ്ദേഹത്തിന്റെ കയ്യും കാലും എടുത്തത് എന്നും നമ്മൾ അദ്ദേഹത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് എറിഞ്ഞു കൊടുത്തതാണ്, അതുകൊണ്ടാണ് അവിടം മുതൽ ഇവിടം വരെ അരിയും മലരും കുന്തിരിക്കമടക്കം ഒരുപാട് സഹിക്കേണ്ടി വന്നത് എന്ന് ഇന്നത്തെ മതേതര വിശ്വാസികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അവര് തന്നെ ഇന്ന് താണ്ടെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതുവരെ പറയാൻ മടിച്ചതും പറയാൻ ഭയന്നതും അഭിപ്രായം ഒന്ന് തുറന്നു പറയാൻ പോലും ഇവർ ശങ്കിച്ചു. കാരണം 916 മതേതരത്വം തകർന്നു പോകുമ്പോന്ന് ഹിജാബ് ധരിച്ചൊരു കുട്ടി സ്കൂളിലെത്തി, ആ കുട്ടിയെ ഇറക്കി വിട്ടിട്ടില്ല, അതിന്റെ പഠനം നിഷേധിച്ചിട്ടില്ല, ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് ആരും പുറത്ത് നിർത്തിയിട്ടില്ല, കുട്ടിയെ ഏതെങ്കിലും രൂപത്തിൽ മാനസികമായോ ശാരീരികമായോ ഉള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടില്ല. എന്തിനായിരുന്നു ഈ സമരം? 2 ദിവസം ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പഠനം നിരോധിക്കത്തക്ക രൂപത്തില് എന്തിനായിരുന്നു, ആർക്കായിരുന്നു ഇത് ആവശ്യം? ഇവര് ഫോബിയ എന്ന് പറയുന്നു. ഇസ്ലാമിൽ ഫോബിക്കില്ല. ഇസ്ലാമിലുള്ളത് ഫിയർ മാത്രമാണ്, ഇല്ലാത്ത ഒന്നിനെയാണ് ഭയം. ഫോബിക്ക് എന്ന പദം പ്രയോഗിക്കുന്നത് ഇസ്ലാം ഭയക്കേണ്ടുന്ന ഒന്നാണ്. ലോകം മുഴുവനും ഈ ഇസ്ലാം എന്ന ക്യാൻസർ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടുന്ന രൂപത്തിൽ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരാശയമാണ് ഇസ്ലാം. ഇപ്പോ ഈ സ്കൂൾ യൂണിഫോം നിലനിൽക്കുന്ന കാര്യത്തില് അവസാനത്തെ വിധി എന്താണ്? കോടതി വിധിയെ പോലും ബ്രേക്ക് ചെയ്തിട്ട് ഇന്നലെ വരെ ധരിക്കേണ്ടാത്ത ഒരു യൂണിഫോം, ഒരു തട്ടം എനിക്ക് ഇന്ന് ധരിക്കണം. മുമ്പ് ഈ കുട്ടി പഠിച്ചത് മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞതിനനുസരിച്ചിട്ട് എറണാകുളത്തുള്ള ഒരു മുജാഹിദ് സ്കൂളിലാണ്. അവിടെ അപ്പിക്കുപ്പായം ധരിക്കാം, വ്യക്തിത്വം മറയ്ക്കാം. ആ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം ക്ലോസ് ചെയ്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാപനം തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? സ്കൂളിന്റെ മാന്യതയ്ക്ക് ചേർന്ന മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന കോടതി വിധി അനുസരിച്ചിട്ടുള്ള യൂണിഫോം നിഷ്കർഷിക്കാൻ ആ സ്ഥാപനത്തിന്, ആ നിയമം നടപ്പിൽ വരുത്താനുള്ള അധികാരികൾക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് സ്കൂൾ മാനേജ്മെന്റിൻ്റെതാണ് എന്നിവർക്ക് അറിയാം. നിലവിലെ യൂണിഫോം പാറ്റേണില് ഹിജാബ് അനുവദനീയമല്ല എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവിടെ പഠിക്കുന്ന മറ്റ് 100-ലധികമുള്ള മുസ്ലിം കുട്ടികൾക്ക് വേണ്ടാത്ത, ഇന്നലെ വരെ ഈ പെൺകുട്ടിക്ക് വേണ്ടാത്ത ഒരു അപ്പിക്കുപ്പായം ഇപ്പോൾ ഇതുമായിട്ട് രംഗത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ, ആർക്കു വേണ്ടി? വിദ്യാഭ്യാസ വകുപ്പിനോടും രാഷ്ട്രീയക്കാരോടും ഇന്ന് പബ്ലിക് ചോദിക്കുന്നു, 4 വോട്ടിന് വേണ്ടി ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഈ നാട്ടിൽ മുസ്ലിം പ്രീണനം അഴിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. കാരണം ഇന്നറിയാം, ഈ മത തീവ്രവാദം, ഈ ഇസ്ലാമിക ഭീകരത ഇന്ന് നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുവാണ്. ഹിജാബ് വേണം എന്ന് വാശി പിടിച്ചതാരാ? ഒരു കുട്ടി. ആ കുട്ടിയുടെ പിതാവും. സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാ? SDPIക്കാർ. അവർക്ക് എന്താ കാര്യം? അവരുടെ കുട്ടിയാണോ ഇത്? അല്ല. അപ്പോ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള അജണ്ടകളുണ്ട്. അവരുടെ ആ താല്പര്യമാണ് ഈ മകളെയും പിതാവിനെയും മുന്നിൽ നിർത്തി അവരെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത്. സ്കൂൾ അടച്ചിടേണ്ടി വന്നത് ആര് കാരണമാണ്? SDPIയുടെ ഭീഷണി കാരണമാണ്. സ്കൂൾ നിയമങ്ങൾ ലംഘിച്ച് ഹിജാബ് ധരിക്കുന്നതിനെ ന്യായീകരിച്ച് ഇസ്ലാം മത മൗലികവാദികൾ രംഗത്ത് വന്നിട്ട് ചോദിക്കുന്നു, ആ കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടില്ലേ, അവർക്ക് മതവേഷമാകാമോ? എന്താ കുട്ടികൾക്കാകാത്തത് എന്ന്. പക്ഷെ ഇവർക്ക് അതിന്റെ നിയമങ്ങൾ അറിയില്ല. സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് റൂളാണ്, പക്ഷെ അധ്യാപകർക്ക് ആ റൂളില്ല. അധ്യാപകർക്ക് ഏത് വേഷവും ധരിക്കാം. ഈ കന്യാസ്ത്രീ
സ്കൂളിൽ പോയിരുന്ന സമയത്ത് അവർ യൂണിഫോം ധരിച്ചാണ് പോയത്. അവർ ഈ വേഷം ധരിച്ചല്ല പോയിരുന്നത്. ഈ സ്കൂൾ ആര് നടത്തുന്നതാ? നടത്തിപ്പുകാർക്ക് മതമാകാം. അതുകൊണ്ടാണല്ലോ സ്ഥാപനങ്ങൾക്ക് മാപ്പിള സ്കൂളും അതുപോലെ ഇലാഹിയ സ്കൂളുകളും എന്നുമൊക്കെ പേരിട്ടിരിക്കുന്നത് അതിനാണല്ലോ. പക്ഷെ പഴി മുഴുവനും ആർക്കാ വന്നത്? ഇവിടെ ചെണ്ട കൊട്ടാൻ മാരാരും അടികൊള്ളാൻ ചെണ്ടയും എന്ന് പറഞ്ഞതുപോലെ പഴി മൊത്തം വന്നത് BJPക്കും RSSനും. മാധ്യമങ്ങൾക്ക് മുന്നിലോ ചാനൽ ചർച്ചകൾക്ക് മുന്നിലോ ഒക്കെ SDPI എന്നൊരു വാക്ക് പോലും പറയാത്ത ഹൈബി ഈഡനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം. കോൺഗ്രസ് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും നൽകി തഴച്ചു വളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് ഏതാണ്ട് അടിമപ്പെട്ട് കഴിഞ്ഞു എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവും ആവശ്യമില്ല. വ്യാജപുണ്യാളൻ ചാണ്ടി വെച്ചപ്പം കാഞ്ഞിരപ്പള്ളിയില് എരുമേലി അവിടെ ഒരു സ്കൂളില് സാറന്മാരുടെ ഭക്ഷണത്തിന് അവരുടെ ചോറ്റുപാത്രത്തിൽ പന്നിയിറച്ചി കൊണ്ടുവന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു 10,000 PFI SDPI ഭീകരന്മാര് ആ സ്കൂൾ വളഞ്ഞു. ഹെഡ് മാസ്റ്ററേയും സാറന്മാരെയും പൊതിരെ തല്ലി, പിള്ളേരെ തല്ലി, ലാബ് നശിപ്പിച്ചു, 1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അച്ഛന്മാരും കന്യാസ്ത്രീകളും സാറന്മാരും ജിഹാദികളോട് മാപ്പ് പറഞ്ഞു. കേരളത്തിൽ നടന്ന സംഭവമാണ്. സാറ് പന്നിയിറച്ചി ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന് കഴിച്ചു എന്നും പറഞ്ഞ്, ക്രിസ്ത്യൻ കുട്ടികൾ കഴിച്ചു എന്ന് പറഞ്ഞ്, ഞമ്മന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പന്നിയിറച്ചി കൊണ്ടുവരാൻ പാടില്ല. അതോടെ അവിടുത്തെ ക്രിസ്ത്യാനി എല്ലാം പേടിച്ച് പന്നിയിറച്ചി കഴിക്കുന്നത് നിർത്തി. ഭരിക്കുന്നതാരാ? പുണ്യാളൻ ചാണ്ടി പുണ്യാളനാണ് ഭരിക്കുന്നത്. ചാണ്ടി പുണ്യാളന്റെ കല്ലറയ്ക്കൽ പോകുന്നവർക്ക് വരെ രോഗശാന്തി കിട്ടുന്നതാണ് കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത്. എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പൊങ്ങാത്തവന്മാരുടെ പൊങ്ങാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ചാണ്ടി പുണ്യാളന്റെ അത്ഭുതം. അപ്പം ഇത് കൂട്ട അഭ്യാസങ്ങളാണ് ഇവിടെ UDF ക്രിസ്ത്യാനിയുടെ പേരിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യാനിയെ പേടിപ്പിച്ചും അടിച്ചും കുത്തിയും ഒതുക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൂത്ത് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലായി എന്നുള്ളതാണ് ഈ വഖഫിന്റെ കാര്യത്തിലും കളംശേഖരുടെ കാര്യത്തിലും പള്ളുരുത്തിയുടെ കാര്യത്തിലും ഒക്കെ നടക്കുന്നത്. കൃത്യമായിട്ട് ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡയറക്റ്റ് ആയിട്ടാണ് ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ കൊട്ടേഷനാണ് SDPIയും കേരള കോൺഗ്രസും കമ്മിയൊക്കെ എടുക്കുന്നത്. കോൺഗ്രസ് കെണിയിൽപ്പെട്ട് വാല് മുറിഞ്ഞു എന്ന് ബോധ്യമായപ്പോഴത്തേക്കും കോൺഗ്രസിനെ രക്ഷിക്കാണ്, കോൺഗ്രസിനെയും SDPIയെയും ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് LDFും ശിവൻകുട്ടിയും കൂടി ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് നാറിയെടുത്ത് അവിടെ നാടിക്കോട്ടെ എന്ന് വെച്ചാൽ മതിയെ പോരായിരുന്നു LDFനും ശിവൻകുട്ടിക്കും. ഇല്ല, കോൺഗ്രസ് വീണാൽ ഞമ്മക്ക് അക്ഷീണം. അതുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇറങ്ങി LDFും പെട്ടു. നാളെ കോടതിയിൽ കേസ് കൊടുക്കുകയാണ് സഭ. ഈ ശിവൻകുട്ടിയുടെ ജിഹാദി വിദ്യാഭ്യാസ ഡയറക്ടറുടെയും പരിപാടികളൊക്കെ നാളത്തെ കൊണ്ട് ആഫീസ് പോകും. അതൊരാഴ്ച കൊണ്ട് ആ പ്രശ്നം കൂടെ പരിഹരിക്കും. അല്ല ഇച്ചായ, ഇതൊരു നല്ലൊരു സൂചനയാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജിഹാദികൾക്കെതിരെ ഒരു ഉറച്ച നിലപാടിൽ ഒരു പരസ്യമായിട്ട് തന്നെ ഒരു വലിയൊരു ഒരു 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 പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് വിജയിച്ച ഒരു സംഗതിയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം തുപ്പൽ ബിരിയാണി തിന്നുന്ന ആളുകളാണ് ഈ സഭയിൽപ്പെട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ എന്താ പറയാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പള്ളിയിലച്ചന്മാരും എല്ലാവരും പോകും. നൈജീരിയക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു മൊയിലാരൊന്ന് വിളിച്ചു മൊയിലാരോ വായിലുള്ളൊക്കെ കേൾക്കാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതില് ഈ മറ്റുള്ള ആളുകൾക്ക് നല്ല പങ്കുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകൾക്ക്. ഞാൻ ഒരു 2-3 ദിവസമായിട്ട് ഇപ്പൊ ജാമ്യ ടീച്ചർ 2-3 ദിവസം മുന്നേ വന്നപ്പോ ഞാൻ ഈ സഭകൾക്കെതിരെ ഞാൻ നല്ല രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ തെറി വിളിക്കണം. കാരണം ഇവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതോളം തെറി ആരെയും പറഞ്ഞിട്ടോ? അത് പറഞ്ഞിട്ടില്ല. അല്ല, അത് ഞാനിങ്ങനെ പറയാറൊന്നുമില്ലായിരുന്നല്ലോ ചാലിജായ. പക്ഷെ ഇതെന്താ പറയുക, ഇതിങ്ങനെ പറയേണ്ട അവസ്ഥ വന്നതാണ്. സമൂഹത്തിൽ ഇതേമാതിരി സഭയ്ക്കെതിരെ പരസ്യമായിട്ട് പറയണം. പറയുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവരെ തിരുത്തുള്ളൂ. അല്ല, ഇപ്പൊ എന്താന്ന് ചോദിച്ചാല് ഒരു കല്യാണത്തിനോ മരിച്ചടക്കിനോ ഒരു പെരുന്നാളിനോ എന്തേലും ഈ കോൺഗ്രസ് MPമാരും കോൺഗ്രസ് MLAമാരും UDFന്റെ LDFന്റെ ക്രിസ്ത്യൻ ലീഡേഴ്സ് വരുമ്പം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, പള്ളിയിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി, ചേട്ടാ തൊലി പോയോ, തുപ്പൽ ബിരിയാണി നിന്ന് ജീവിക്കുകയാണോ, ജിഹാദി അടിമയായോ, ഈ ചേട്ടൻ ഇപ്പോഴും സഭയിലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവരുടെ വീട്ടുകാരോട് ചോദിക്കാൻ തുടങ്ങി. വീട്ടുകാർക്ക് പിന്നെ പലരുടെയും പിന്നെ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ABC പറഞ്ഞ ആ കാര്യം ഞാൻ പറയാം.
ഇവന്മാരെല്ലാം ഈ തുപ്പൽ ബിരിയാണി തിന്നവന്മാരെല്ലാം മുഴുത്ത് ചാകത്തേ ഉള്ളൂ. ഇവന്മാരെല്ലാം ഈ സഭയെ വഞ്ചിച്ച, രാജ്യത്തെ വഞ്ചിച്ച, രാജ്യദ്രോഹം പ്രവർത്തിച്ച ദേശവിരുദ്ധ ശക്തികളുടെ കൂടെ കൂട്ടുകൂടിയ 8 ക്രിസ്ത്യൻ എംപിമാരും 30 ക്രിസ്ത്യൻ MLA മാരും ഈ LDF UDF ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയും അവരുടെ കൂടെ ഈ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരുടെ കുടുംബം എല്ലാം തകരും. പൂഴ്ത്തിയാകത്തേ ഉള്ളൂ, നോ ഡൗട്ട്. അതിന്റെ കാരണം അത്ര വലിയ ദൈവകോപമാണ് അവർക്കെതിരെ വരാൻ പോകുന്നത്. അത് അവരുടെ വീട്ടുകാർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അവരുടെ വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ടോടെ. ഇവരൊക്കെ കഞ്ഞി വിളമ്പിയ കൈ പോലും പൊളിച്ചു. ഈ 8 MP മാർക്കും 30 MLA മാർക്കും കഞ്ഞി വിളമ്പിയ കൈ പോലും പൊളിച്ചു. അത്രേ ഉള്ളൂ. അവിടെ അമ്മാതിരി ഗ്രീഡ്, അമ്മാതിരി അത്യാഗ്രഹം, അമ്മാതിരി രാജ്യദ്രോഹം, അമ്മാതിരി ജനദ്രോഹം, അമ്മാതിരി ദൈവദോഷം ആണ് ഇവന്മാർ കാണിക്കുന്നത്. അല്ലാണ്ട് ചില്ലറ പണിയല്ല. ഇന്നലെ ആ പാവം സിസ്റ്റർമാരെ ഉപദ്രവിക്കണമെന്നാണ് ജിഹാദികളെല്ലാം എഴുതുന്നത്. സിസ്റ്റർമാരുടെ തലമുണ്ട് മാറ്റുന്നതാണ്. ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. കേരളത്തിലെ 1 കോടി ജിഹാദികളെ, കേരളത്തിലെ ഇന്ത്യ അലയൻസുകാരെ വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ സിസ്റ്റർമാരെ ഒന്ന് തൊട്ട് നോക്ക്. അപ്പൊ കാണാൻ എന്താണെന്നുള്ളത്, ഇന്ത്യ ഗവൺമെന്റിന്റെ മൈറ്റ് എന്താണെന്നുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മൈറ്റ് എന്താണെന്നുള്ളത് അന്നേരം കാണാം. അതുകൊണ്ട് ആ പേടിപ്പേരും ജോസഫ് സാറിന് വെച്ച കനിയൊന്നും സിസ്റ്റർമാർക്കിട്ട് നടക്കത്തില്ല. ആ കാലഘട്ടമല്ല. ജോസഫ് സാറിന് വെച്ച അഭ്യാസം ഒന്നും. അതുകൊണ്ടല്ലേ SDPI സൂത്രത്തിൽ മുങ്ങിയത്, കൊച്ചും വരാത്ത. നിങ്ങൾ ആ തന്തയുടെ പാന്റ് ശ്രദ്ധിച്ചോ? മുക്കാ പാന്റ് ആവണ്ടേ? ലക്ഷണമൊന്നും ജിഹാദിയാ. അത് മാത്രമല്ല, പിന്നെ സ്റ്റാൻലി ചായ, നമ്മുടെ പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോഴും ആന്റണി തറയക്കടവലിന്റെ ഹലാൽ വിഷയം വന്നപ്പോഴും ഒക്കെ ഏതാണ്ട് അവര് ശരിക്കും പഠിച്ചു. ഇനിയും ജോസഫ് മാഷെ ഒറ്റയ്ക്ക് ഇവർക്ക് കയ്യും കാലും വെട്ടിയെറിയാൻ കിട്ടിയതുപോലെ ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നും മതേതര കേരളത്തിന് ഏതാണ്ട് ഇവരുടെ രീതി മനസ്സിലായി എന്നും അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നനഞ്ഞ പടക്കം പോലെയുള്ള പ്രതികരണവുമായിട്ട് ഒരു ചെറിയ പത്രസമ്മേളനത്തിനകത്ത് അവർ ഒതുക്കിയത്. ഇതുകൊണ്ട് സുപ്രു പറഞ്ഞതുപോലെ വലിയ രൂപത്തിലുള്ള ഗുണമുണ്ട്. ഒരു മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഏതൊരു മാനേജ്മെന്റ് സ്ഥാപനവും ഒരിക്കലല്ല 100 തവണ ആലോചിക്കണം. എത്ര സമർത്ഥനായിരുന്നാലും ശരി, ഒരു മുസ്ലിം ഒരു അധ്യാപകൻ അതല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് തൊഴിൽ ദാതാക്കൾ പലപ്പോഴും ഒഴിവാക്കാൻ കാരണമാകും. സ്ഥാപനങ്ങള് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പലതവണ ചിന്തിക്കും. അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഈ തീവ്രവാദ ആശയവും ഈ ജിഹാദിസവും പരസ്പരം ഈ കായം കലക്കത്തിലെ കടൽ അതുപോലെയുള്ള ഇവരുടെ ഈ രീതിയും ജനങ്ങൾ മനസ്സിലാക്കി ഇവരെ ഒറ്റപ്പെടുത്തും. ഇന്ന് ഏറ്റവും കൂടുതൽ ഇവരെ പ്രതിരോധിച്ചു വരുന്നത് മുസ്ലിങ്ങളാണ്. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പോലും ഇവരിൽ കാരണം പൊതുസമൂഹത്തിൽ ഇളിഭ്യരായി മാറി നിൽക്കേണ്ടി വരുവാണ്. ഈ മുസ്ലിം മതമൗലികവാദികൾക്ക് വേണ്ടതും അത് തന്നെയാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കരുത്. ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം സ്ഥാപനത്തിൽ മാത്രം മതത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ നിർബന്ധിതരാകും. 6 വയസ്സും 7 വയസ്സും 9 വയസ്സും ഒക്കെയുള്ള കുട്ടികളെ മൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുങ്ങളെ കെട്ടിച്ചു വിടാനും അതുങ്ങളെ പേറുയന്ത്രമാക്കി മാറ്റാനും പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികൾ തന്നെ എന്ത് വിചാരിക്കും? ഹിജാബ് ഈ പുല്ലാണോ എന്റെ വിദ്യാഭ്യാസത്തിനും എന്റെ കരിയറിനും തടസ്സമായി നിൽക്കുന്നത്? ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ മൂഞ്ചിയ മതത്തെ അവര് വലിച്ചെറിഞ്ഞവർ മാനവികതയെ പുൽകാൻ തുടങ്ങും. ഈ മുസ്ലിം മതമൗലികവാദികൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾ മതത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പുറത്തു വരണം. കാരണം ഇതിനകത്ത് നിന്നാൽ അവർക്ക് പേറിയന്ത്രമാകാനേ പറ്റൂ. അവർക്കൊരു മനുഷ്യന്റേതായിട്ടുള്ള അവകാശം പോലും കിട്ടത്തില്ല. ഒരു പട്ടിയുടെ വില പോലും ഒരു മുസ്ലിം സ്ത്രീക്ക് കിട്ടത്തില്ല എന്ന് ഞങ്ങളൊക്കെ എത്ര കാലമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ മത തീവ്രവാദത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു ടെൻഡൻസി ഉണ്ടാകത്തേ ഉള്ളൂ. ഇന്ന് ഈ മതം പറഞ്ഞ് മതപുരോഹിതന്മാരായിരിക്കുന്ന ആളുകളുടെയൊക്കെ മക്കള് വിദേശ രാജ്യങ്ങളിൽ MBBS-നും മറ്റുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. MTech-ഉം BTech-ഉം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അവരെന്താ മതം മാത്രം പുഴുങ്ങിക്കൊടുത്ത് കുട്ടികളെ വളർത്താത്തത്? അപ്പൊ അവരിൽപ്പെട്ട ആളുകളില് മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് വേണം, അവർക്ക് മുസ്ലിം കളക്ടർ വേണം. പക്ഷേ സാധാരണക്കാരന്റെ കുടുംബത്തെയാണ് ഈ മതം ബാധിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം അവരന്റെ മതത്തെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവന്റെ മനുഷ്യാവകാശത്തെ അംഗീകരിച്ചുകൊണ്ടും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഇവര് കാരണം ഭീഷണിയുടെ നിഴലിലാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇതിന്റെ കാരണക്കാരെ അവർ കിണ്ടിയെടുത്ത് വെളിയിലെറിയും. സത്യത്തിൽ ഇവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഇവർ ഇരകളാണ്.
ആ സമൂഹത്തോട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ ദുസ്സഹമായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകമാണ് നാണയം. അപ്പൊ അതിനകത്തൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെയും സ്ത്രീ പുരോഗമനത്തെയും സ്ത്രീ ശാക്തീകരണത്തെയും അങ്ങേയറ്റം അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തില് ഇത്തരം മതതീവ്രവാദികളുടെ ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഉയർന്നു വരാൻ ഒരു വിദൂരമായ സാധ്യതകൾ പോലും കാണുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവരിത് വലിച്ചെറിയും. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ, ആരാ പ്രൊഫൈൽ പിക്ചർ ഇടാത്തത്, ആരാ ഫോട്ടോ ഇടാത്തത്, ബ്ലോഗുകളും ലൈവുകളും വീഡിയോസും ചെയ്യാത്തത് ആരാ? ഇവര് പറയുന്ന ഫോട്ടോ ഹറാമാണ്, വിദ്യാഭ്യാസം ഹറാമാണ്. ഇന്ന് മുസ്ലിം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വീഡിയോസും ബ്ലോഗും ഫോട്ടോസും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ മതതീവ്രവാദികളുടെ ആശയത്തോട് ആദ്യമായി വിയോജിച്ച് രംഗത്ത് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളത് അത് അവരുടെ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ഫസൽ ഭായി ഉണ്ടോ അവിടെ? ഫസൽ ഭായി ഞാന് മനസ്സിലാക്കുന്നത് ഇതൊരു വിജയം തന്നെയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു കാര്യം. അത് നമുക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇതിനകത്തൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? സ്റ്റാൻലി ചായ കേൾക്കാൻ പറഞ്ഞോളൂ. അതായത് ഈ സംഭവം താഴെ ഒത്തിരി ശിവൻകുട്ടിയുടെ അനുയായികൾ താഴെ വന്നിട്ടുണ്ട്, കമ്മികളൊക്കെ താഴെ വന്ന് പോലും എഴുതുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യം അവരോട് പറയാം. ഈ ഒരു തുണിക്കഷ്ണത്തിന്റെ കേസ് ഉണ്ടാക്കിക്കൊണ്ട് LDF-ഉം CPM-ഉം മുഴുവൻ അമ്പലങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ട 90% കൊള്ളയടിച്ചായിരുന്നു. മിച്ചമുള്ള വിഗ്രഹം, മിച്ചമുള്ള സ്വർണം എല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തുണിക്കഷ്ണമായിട്ട് SDPI ഇറക്കി വിട്ടിട്ട് കമ്മികൾ മുഴുവൻ ക്ഷേത്രവും കൊള്ളയടിക്കുകയാണ്. ഇതിനു മുമ്പ് ടിപ്പും വാര്യംകുന്നനും ഒക്കെ കൊള്ളയടിച്ച പോലെ കംപ്ലീറ്റ് സംഭവം കൊള്ളയടിക്കലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വശം. ഇനി രണ്ടാമത്തെ വശത്ത് ഈ താഴെ ഇരിക്കുന്ന കമ്മികളെല്ലാം മനസ്സിലാക്കുക, ഈ തുണിക്കഷ്ണമായിട്ട് SDPI നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കയറി നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കമ്മികളുടെ വീട്ടിൽ കയറി ജിഹാദികൾ നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് സമയം കളയാതെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ജിഹാദി ഉണ്ട്, നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് വല്ലതും പിടിക്കാൻ നോക്ക്. ഇവിടെ വന്നിരുന്ന് തൂടി വഴിക്കൊണ്ട് യാതൊരു കാര്യമില്ല. താഴെ ഇരിക്കുന്ന 3-4 കമ്മികളോടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലും ആഫീസിലും ഒക്കെ ജിഹാദികൾ നവോത്ഥാനം നടത്തുകയാണ്. ബാക്കി കമ്മികൾ ക്ഷേത്രം കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെ ക്രിസ്ത്യാനിക്ക് ആരുടെ കൂടെ കൂടണ്ട എന്ന് പറയണമെന്നൊക്കെ നല്ല ബോധമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ കൂടാനപ്പോൾ കൃത്യമായിട്ട് കൂടാനും അറിയാം, കൂടുന്നുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോളാം. കാരണം ഇത് കൃത്യമായിട്ട് ഒറ്റ കാര്യം ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിലെ ജനതയോട് എല്ലാ സഭകളും കേന്ദ്ര ഗവൺമെന്റുമായിട്ടും BJPയുമായിട്ടും യോജിച്ച് തന്നെയാണ് പോകുന്നത്. അതിന് ഒരു തർക്കവും ഇല്ല. കൂടുതൽ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തും, കൂടുതൽ സഹകരണം ഉണ്ടാകും, കൂടുതൽ കാര്യങ്ങളിലേക്ക് വരും. അതുകൊണ്ട് പേടിപ്പിക്കാം, ക്രിസ്ത്യാനിയെ പേടിപ്പിച്ച് കൂട്ടിക്കയറ്റാം. നിങ്ങളെ ഞങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുളുത്തിക്കളയും എന്നുള്ള വേഷമൊന്നും കോൺഗ്രസ്സുകാരൻ ഇറക്കണ്ട. കോൺഗ്രസ്സുകാരൻ ആദ്യം മനസ്സിലാക്കുക, ഈ 10-70 വർഷം ഞങ്ങൾ റബ്ബർ വിൽക്കുമ്പോഴും കുരുമുളക് വിൽക്കുമ്പോഴും ഒരു കില്ലപ്പട്ടിയെ പോലെ വന്നു പിരിവ് വാങ്ങിച്ച പരമ അപരാധികളാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസിന് PC ജോർജ് 1988 ഇട്ട് കൊടുത്ത ഒരു പേരുണ്ട്, കടുങ്കാപ്പി കോൺഗ്രസ്. ആ കടുങ്കാപ്പി കോൺഗ്രസ് ആണ് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളെ വരട്ടാൻ ശ്രമിക്കുന്നത്. PC ജോർജ് 1987 പറഞ്ഞതാണ് ഇപ്പൊ 40 വർഷത്തിന് ശേഷം സത്യമാകുന്നത്. കടുങ്കാപ്പി കോൺഗ്രസ്. യുവാവായിരുന്ന PC ജോർജ് കോൺഗ്രസിനെ വിളിച്ചതാണ് കടുങ്കാപ്പി കോൺഗ്രസ്, തെണ്ടി കോൺഗ്രസ്. ഒരു കടുങ്കാപ്പിക്ക് വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന എരപ്പാളി കോൺഗ്രസ് ആയിരുന്നു ഒന്നുണ്ടായിരുന്നു. ആ എരപ്പാളി കോൺഗ്രസ് ഇപ്പം തുപ്പൽ ബിരിയാണിയൊക്കെ കൊഴുത്തു വന്ന് ഹൈബീറിന്റെ രൂപം പ്രാപിച്ച് ക്രിസ്ത്യാനിയെ അങ്ങ് വിരട്ടുകയാണ്. നടന്നതാ ഇരട്ടും ബലവേശലൊക്കെ. അതുകൊണ്ട് താഴെ ഇരിക്കുന്ന പൊങ്കികളും മനസ്സിലാക്കുക, നീയൊക്കെ വെറും എച്ചിയായിരുന്നു. ഇപ്പൊ ഇത്ര തുപ്പൽ ബിരിയാണി നിന്ന് ഇത്ര ദേഹത്ത് ഇറച്ചിയൊക്കെ വെച്ച് ഇത്ര കൊഴുപ്പും നിറമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ അത് ആ കമത്തിന്റെ എഫക്റ്റാണ്. നീ നിന്ന കമത്തിന്റെ എഫക്റ്റാണ്. മനസ്സിലായി? അതുകൊണ്ട് ക്രിസ്ത്യാനിയെ വരട്ടാനോ ക്രിസ്ത്യാനിയുടെ സ്ഥാപനത്തിലോട്ട് ഒന്നും പോരണ്ട. അത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, അധ്വാനത്തിലൂടെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് സംരക്ഷിക്കാനും ഞങ്ങൾക്ക് അറിയാം.
ആഗോള വ്യാപകമായിട്ട് കൃത്യമായിട്ട് ആഫ്രിക്കയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ക്രിസ്ത്യാനി റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലും ആ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ഇവിടുത്തെ ദേശീയവാദികളോട് ചേർന്ന് നിന്നുകൊണ്ടാവും. ആരുടെ ഔദാര്യമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 തുടങ്ങി ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. 70 വർഷമാകുകയാണ്. ഞങ്ങൾ വിമോചന സമരം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറബിക്കടലിൽ ഇട്ടതാണ് 59. നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒരു വിസിലിന്റെ താമസമുള്ളൂ. നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഓരോ വിസിലിന്റെ താമസമുള്ളൂ. ഒന്നുകൂടെ എടുത്തു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മര്യാദയ്ക്കുന്നില്ലെങ്കിൽ ബംഗാളിലെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവും. സ്റ്റാൻലി ചായ, വേറൊരു വിഷയം കൂടിയുണ്ട്. നമ്മുടെ ഈ മതതീവ്രവാദികളെ വളർത്താൻ ശിവന്തിയായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. സ്റ്റാൻലി ചായ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്യണം. കോടതിയിൽ പോകുന്നതാണ് സഭ, ബാക്കി കാര്യങ്ങൾ കോടതിയിലാണ്. ഒരു കാര്യം കൂടി സ്റ്റാൻലി ചായ, ഒരു കാര്യം കൂടി ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യണം. 1990-കളില് ഞങ്ങൾ നടത്തും. അപ്പിക്കുപ്പായത്തിനും തലക്കോണത്തിനും ഒന്നും അവിടെ പ്രവേശനമില്ല. ടീച്ചർ എന്തോ പറയുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അദ്ദേഹത്തിന് നമ്മൾ പറയണത് കേൾക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാ സഭകളും എല്ലാ ആൾക്കാരും. ടീച്ചർ എന്തോ പറയുന്നുണ്ട്. സ്റ്റാൻലി സർ കേൾക്കാമോ? അദ്ദേഹത്തിന്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം കേൾക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയുന്നു. കണക്ഷൻ കറക്റ്റ് ആണ്, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നതല്ല എനിക്ക് കേൾക്കാം. 1990-കളില് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന മൊല്ലമാർക്കും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾക്കും ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് കെ കരുണാകരനാണ്. അപ്പൊ അതിനെ പിന്തുടർന്നിട്ടാണ് ഈ മതതീവ്രവാദികളെ വളർത്താനും അവർക്ക് വെള്ള പൂശാനും ഒരേപോലെ കമ്മികളും കൊങ്ങികളും പരസ്പരം മത്സരിച്ചത്. അതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കണം. ഒരു പാർട്ടി മാത്രമല്ല ഇവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിച്ചിട്ടുള്ളത്. ഇവര് രണ്ടുപേരും മാറി മാറി വന്ന് ഈ മതതീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ സോഫിയ ഖുറേഷി നമുക്കറിയാം, ഇന്ത്യൻ പട്ടാളത്തിലെ യുദ്ധതന്ത്രജ്ഞയായി യുദ്ധവിമാനം പറത്താൻ അവരിന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്നത് എന്താ? കേരളത്തിനൊരു പടക്കപ്പലുണ്ട്, ആ കപ്പലിനൊരു ബഹുമാനപ്പെട്ട കപ്പിത്താനുണ്ട്. ആ കപ്പിത്താന്റെ വേഷം എന്താണ്? പച്ച യൂണിഫോം ആണ്. ചിലപ്പോൾ നാളെ താടിയും നീട്ടിവെച്ച് മീശയും മുഴുക്കെ ചേരച്ച് നാളെ ഒരു വലത്തൊപ്പിയും ഇട്ട് അറബിക്കുപ്പായം ഇടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വനിതാ പോലീസ് ഹിജാബ് ഇട്ടാൽ എന്തായിരിക്കും സംഭവം? സോഫിയ ഖുറേഷി പറയാണ്, എനിക്ക് അപ്പിക്കുപ്പായം ഇട്ടിട്ട് ഈ നിലയിൽ നിന്നാ മതി. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ ഇത് ചെറിയ അജണ്ടയല്ല. ഈ മതേതരത്വം എന്ന വാക്ക് തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇവര് പറയുന്നു മതേതരത്വം തകർന്നു വീണു എന്ന്. അപ്പോ ഈ നിലപാട് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും ശരിയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ മതേതരത്വം എന്ന വാക്കാണ് ഈ മതതീവ്രവാദികളെ തലങ്ങും വിലങ്ങും ഇവരെ വളർത്താൻ പ്രേരിപ്പിച്ചത്. ഇപ്പൊ സെന്റ് റീത്താസ് സ്കൂള്, ശരി, ഇതിനകത്തെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ എന്തായിരുന്നു? വാസ്തവത്തില് ഒരു ഇസ്ലാം മത പ്രീണകന്റെ സാധാരണ നിലയിലുള്ള ചിന്തകൾ എത്രയാകാം അവരെ പ്രീണിപ്പിക്കുന്നതിന്റെ പരിധി, സകലമാന ലിമിറ്റുകളെയും ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇത് അനുചിതമാണ് എന്ന് പറയാതെ നമുക്ക് പറ്റില്ല. ഈ വിഷയത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുക്കും മേലെയാണ് നമ്മളെന്ന്. അപ്പൊ ഈ നിർദ്ദേശ തത്വത്തിനു മുകളില് വിദ്യാഭ്യാസമില്ലാത്ത 4 അക്കം കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെ ചിന്തിക്കുമെന്നും എത്ര പോകുമെന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. ഈ കാര്യം ഒരു മൊല്ലാക്കയെയോ ബിഷപ്പിനെയോ കണ്ടാൽ ഉടനെ എങ്ങനെ മാറ്റിയും മറിച്ചും പറയണം എന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറച്ചധികമുണ്ട് ഇവർക്ക്. വിവരമാണെങ്കിൽ തൊട്ടു തീണ്ടിയിട്ടില്ല. എങ്ങനെയും അധികാര കസേരയിൽ അമർന്നിരിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ. ഇപ്പൊ കർണാടകയിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിൽ നമുക്കറിയാമല്ലോ. സുപ്രീം കോടതിയിൽ അവർ പോയി. അവിടെ 2 ജഡ്ജിമാരും 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് കേസിൽ ഇതുവരെ വിധി പോലും വന്നിട്ടില്ല.
നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ സ്റ്റാൻലി സാറ് പറയുന്നു BJP-യുടെ കൂടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം സഹകരിച്ച് നിൽക്കണമെന്ന്. നമ്മളെ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 13 15 ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഇനി ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ഏത് രൂപത്തിലാണ് മതാധിപത്യം നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണിത്. കർണാടകയിൽ എത്രയായി ഹിജാബ് വിവാദത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങിയിട്ട്, എന്നിട്ട് എന്തായി? എന്ത് തീർപ്പുണ്ടായി? സ്കൂളിൽ യൂണിഫോം ആകാം, അതിന് മാനേജ്മെന്റിന് തീരുമാനിക്കുകയും ചെയ്യാം. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ നൽകിയ സമാനമായിട്ടുള്ള ഹർജിയെ സംബന്ധിച്ചിട്ടാണ് ഒരു വിധി വന്നത്. മതവിശ്വാസം അനുസരിച്ച് അവരവരുടെ ഇഷ്ടമുള്ളതിനനുസരിച്ച് വേഷം ധരിക്കാനാണെങ്കിൽ ചില കമ്മ്യൂണിറ്റികൾക്ക് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് നഗ്നരായിട്ട് സ്കൂളിൽ വന്ന് പഠിക്കാൻ ഈ മന്ത്രി ശിവൻകുട്ടി സമ്മതിക്കുമോ? അതും അവരുടെ മതാവകാശമാണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? നാളെ ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ വേഷം, ഹിന്ദു കുട്ടികൾ അവരുടെ വേഷം. അപ്പോ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറഞ്ഞ് അവര് കാണിക്കുന്ന എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടതിന് പകരം മത പ്രീണനത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു തത്വമാണ് അദ്ദേഹം എടുത്തത്. ഇപ്പോ സ്റ്റാൻലി സാർ പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയെങ്കിലും താങ്കൾ അതൊന്ന് പറയണം. കാരണം മദ്രസകൾക്കു വേണ്ടി ഈ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് വഖഫ് വഴി പിടിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് ഈ രാജ്യത്തെ മത തീവ്രവാദികളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി പണയം വെക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് ആരായിരുന്നു? ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റക്ക് ആയതായിരുന്നു വോയിസ്. ബീവിക്ക് എന്തോ തിരക്കുണ്ടോ? കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചു. ഞാൻ മ്യൂട്ട് ചെയ്തതാ. ബീവി എന്താ തിരക്കുണ്ടോ? ടീച്ചറിന്റെ ഓഡിയോ നിന്ന് പോയാലും അപ്പൊ പറഞ്ഞത് അത് മനസ്സിലായി. ഞാൻ വിചാരിച്ച ടീച്ചർ സംസാരിക്കുമ്പോഴേ അങ്ങനെ ഇടയ്ക്കൊരു കൂടിപ്പൊട്ടലുള്ളതാണല്ലോ, ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കലും ഇതാക്കലൊക്കെ. അതാ ഞാൻ ചോദിച്ചത്, തിരക്കുണ്ടോ ചോദിച്ചതായി. സംസാരിച്ചോളൂ, വിഷയം സംസാരിച്ചോളൂ. ഞാന് ഈ ഗാസയിലെ പട്ടിണി കോയും കേരളത്തിലെ ഹിജാബ് കോയും എന്നുള്ളതിന് ഞാൻ വിഷയിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലബ് ഹൗസിൽ ഇത് കാണിക്കുന്നില്ല. ക്ലബ് ഹൗസിൽ ക്യാപ്ഷൻ കാണിക്കുന്നില്ല, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ക്യാപ്ഷൻ മാറ്റിയിട്ടാണ് ഞാനിപ്പം ഗാസയില് ബോംബ് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ടാവും ഈ വൈകുന്നേര സമയത്ത്. മനഃപൂർവ്വം ഈ മതതീവ്രവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ മതവിശ്വാസികൾ, അയ്യോ ഇന്ത്യയില് കേരളത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഫോളോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, ഇതൊക്കെ പറഞ്ഞിവർക്ക് പ്രചരിപ്പിക്കണം. പക്ഷെ ഇവർക്ക് ഹമാസിന് വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയിട്ടും കരയാം. മറ്റ് ബംഗ്ലാദേശ്, നൈജീരിയ, സിറിയ, ഇറാൻ ഇതൊന്നും ഇവർക്ക് കണ്ടില്ലെന്നും വിചാരിക്കാം. ഇപ്പോ നമുക്കറിയാം ഒരു ഹിജാബ് ഇതല്ല ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. വ്യക്തമായും ഇവർക്ക് ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ടകളുണ്ട്. അതല്ലാതെ മതത്തിന്റെ അവകാശങ്ങൾ അനിയന്ത്രിതമായിട്ടുള്ളതല്ല എന്ന് അവർക്കും അറിയാം. അപ്പൊ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരാന്റെ മുറ്റത്തൊന്നും കയറി നടക്കാനൊന്നും പറ്റില്ല. ആരാന്റെ പറമ്പിൽ കയറി 1-നും 2-നും പോകാനൊന്നും പറ്റില്ല. മലമൂത്ര വിസർജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതൊക്കെ ഭരണഘടനയുടെ അനുച്ഛേദം 25 മുതൽ വായിച്ചു നോക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകും. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങളല്ല മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് SDPI എന്ന തീവ്രവാദ സംഘടനയാണ്.
കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന് പറഞ്ഞ SDPI പോപ്പുലർ ഫ്രണ്ടും എന്തെങ്കിലും ഒരു ആശയം, ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി ഇവർ കാത്തിരിക്കുവാണ്. SDPI എന്താണ് ചെയ്തത് എന്ന് അവരെ കുറ്റപ്പെടുത്താൻ തന്റെ ഇടവും ധൈര്യവും ഇല്ലാത്ത അവിടുത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡൻ പറയുന്നത് RSSകാരും BJPക്കാരും വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നാണ്. RSSകാരും BJPക്കാരും അവിടെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഛത്തീസ്ഗഡിലാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ അവിടെ വന്ന് അങ്ങനെ പറയുന്നതും കൂടി ഓർക്കണം. SDPIക്കാരെ RSSകാരും BJPക്കാരുമായിട്ട് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? നട്ടലില്ലാത്ത ഒരു MP എന്ത് എവിടെ പറയണം എന്നറിയാതെ വായി തോന്നുന്നത് വിളിച്ചു പറയുവാണ്. SDPIയെ കണ്ടാൽ കമിഴ്ന്നു കിടക്കണോ, മലർന്നു കിടക്കണോ, മുട്ടിലഴയണോ എന്നറിയാത്ത ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ നാടിന് ആപത്താണ്. മുനമ്പത്ത് നമ്മൾ കണ്ടതാണല്ലോ. അത് എന്നേക്കാൾ നന്നായിട്ട് സ്റ്റാൻലി സാറിന് ആ വിഷയം അറിയാം. RSS BJP ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കത്തില്ല എന്ന് പറഞ്ഞ് അവരിവിടെ വന്നിരിക്കുന്നു. അതിന് ഏത് വിഷയവുമായിട്ടാണ് ഇവരൊക്കെ വന്നത്? RSSും BJPയും ആ ഭാഗത്തെ വന്നിട്ടില്ല. സുഡാപ്പികളുടെ അടുത്ത ചോദ്യം ഇതാണ്: കന്യാസ്ത്രീകൾ എന്താ ധരിച്ചിരിക്കുന്നത്? അവർക്ക് അവരുടെ മതവേഷമാകാമോ? സ്കൂളിലെ വിദ്യാർത്ഥി അല്ലല്ലോ അവര് വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് അവർ ആ വേഷം ധരിച്ചിട്ടുണ്ട്. ആ സ്കൂളിലെ നിയമം അനുസരിച്ചിട്ടുള്ള യൂണിഫോം മാത്രമേ അവിടെ ധരിക്കാൻ പാടുള്ളൂ. അത് വിദ്യാർത്ഥികൾക്ക് നിബന്ധനയാണ്, നിർബന്ധമാണ്. അതിന് പറ്റുമെങ്കിൽ മാത്രം ആ സ്ഥാപനത്തിൽ പോയി ഇവര് പഠിച്ചാൽ മതി. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം എന്താണ് എന്ന് ആദ്യം തന്നെ അവരുടെ ബൈലോയിൽ എഴുതിയിട്ടുണ്ട്. അത് പ്രിൻസിപ്പലിനോ അധ്യാപകർക്കോ ബാധകമല്ല എന്നും അതിനകത്തുണ്ട്. അപ്പൊ യൂണിഫോം എന്നത് വസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ്. അതിനകത്ത് കുരിശുമാലയോ കുങ്കുമപ്പൊട്ടോ ഒന്നും ബാധകമല്ല. നെറ്റിയിലെ നമസ്കാര തഴമ്പ് മാറ്റിക്കൊണ്ടുവരാൻ ആരെങ്കിലും പറയാൻ പറ്റുമോ? അത് മാറ്റാൻ ആർക്കും പറ്റുമോ? അപ്പൊ യൂണിഫോമിന്റെ ഭാഗമല്ല അതൊന്നും. അതുപോലെ തന്നെ പോലീസിലെ, പട്ടാളത്തിലൊക്കെ ഡ്രസ് കോഡുകൾ ഉണ്ട്. പട്ടാളത്തിന്റെ കാര്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് പത്രസമ്മേളനം നടത്തിയത് ആരാ? കേണൽ സോഫിയ ഖുറേഷി എന്ന ലേഡിയാണ്. അവര് പത്രസമ്മേളനത്തിൽ വന്നത് അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്നിട്ടല്ല. അപ്പോ കരസേനയുടെ യൂണിഫോമിലാണ് അവർ വന്നത്. ലോകം മുഴുവനും അത് കണ്ട് മുസ്ലിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞ മുസ്ലിം പ്രഭാഷകരടക്കം വന്ന് പ്രസംഗിച്ച വിഷയമാണത്. ഇവിടെ പല ആളുകളും ചെയ്തു കൂട്ടിയ വിവാദങ്ങൾ തെറ്റാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇവർ ഈ വിഷയത്തെ തെറ്റായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകുവാണ്. ഇപ്പോ ഓരോ ഭാഗം വീതം കേരളത്തിന്റെ ഓരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ശരീഅത്ത് നിയമമാക്കാനുള്ള ചില ഇടൻ നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താലിബാനെ പോലെ മുസ്ലിം സ്ത്രീകൾ വീട്ടിനകത്ത് ജനല് പോലും വെക്കേണ്ട, വീട്ടിനകത്തിരുന്ന് അവിയണമെന്ന് പറയുന്ന ഒരു നിയമത്തിനു വേണ്ടി ഇവിടെ കിടന്ന് കലുഷിതമായിട്ടൊരു പ്രക്ഷോഭകരമായിട്ടൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നില്ലേ? അപ്പോ ഇത് ഈ മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലേറ്റീവ് വേർഷൻ ആണ്. ഇസ്ലാം ജന്മമെടുത്ത സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത, അവര് പോലും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതം. കുവൈറ്റ് രാജകുമാരനാണ് മതം ഉപേക്ഷിച്ചത്. MBS ആണ് അപ്പിക്കുപ്പായം വലിച്ചെറിയുന്നത്. ദുബൈ രാജകുമാരിയാണ് അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് സ്വന്തം ഭർത്താവിനെ പോലും മുത്തലാഖ് ചൊല്ലുന്നത്. ഇന്തോനേഷ്യയുടെ സ്ഥാനപതിയുടെ 3ാമത്തെ മകളാണ് മതം വലിച്ചെറിഞ്ഞ് സനാതന ധർമ്മം സ്വീകരിക്കുന്നത്. കേരളത്തില് അതുപോലെ ഭാരതത്തിൽ മുഴുവനും ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അവര് പോലും പുരോഗതിയിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇവർ 6ാം നൂറ്റാണ്ടിലേക്ക്, ഒരു പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങള്, സൗദി ആണെങ്കിലും ദുബൈ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും നമ്മൾ കണ്ടതല്ലേ ഫുട്ബോൾ ക്യാമ്പയിനൊക്കെ. അപ്പൊ പുരോഗമനപരമായ രൂപത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ നീങ്ങുമ്പോൾ കേരളത്തിലെ ചിലർക്ക് 6ാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് സ്വന്തം സമുദായത്തെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഇതെല്ലാം മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തെ ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള തത്രപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. AK ആന്റണിയെ പോലെയുള്ള ആളുകൾ അത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തീവ്രവാദികൾ ഓരോരോ പരീക്ഷണം നടത്തുവാണ്. ഈ വിഷയം എങ്ങനെ കൊള്ളും, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത വിഷയവുമായിട്ട് ഇവർക്ക് രംഗത്ത് വരാൻ. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് തെറ്റാണ് എന്നറിയാത്തവരല്ല ഇവിടെയുള്ള മതതീവ്രവാദികളൊന്നും. ഇവിടെ ഒരു കോടതിയുണ്ട്. ആ കോടതി വിധി അനുസരിച്ച് അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയുമായിട്ടുണ്ട്. ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കാം, സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാം, അതിനനുസരിച്ച് മുന്നോട്ട് വരാം എന്ന് അവര് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും SDPIക്കാർക്ക് ഈ വിഷയം പിന്നെയും കത്തിച്ചു നിർത്തണമെന്ന് എന്താണ് ഇത്ര താല്പര്യം? അത് തള്ളിക്കളഞ്ഞ് നടപടി എടുക്കാനുള്ള അധികാരം ശിവൻകുട്ടി എന്ന വിദ്യ ആഭാസ മന്ത്രിക്കുണ്ടോ? ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്,
മന്ത്രിയോടും കേരള സർക്കാരിനോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് കുമാരനാശാൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞതാണ്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രവും അതുതന്നെയാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന വരികൾ തന്നെയാണ് ഇവരോട് നമുക്ക് ആകെ ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം എന്ത് ഈച്ചക്കോപ്പി പോലെ ഇവരെന്ത് സമീപനം സ്വീകരിച്ചാലും നാളെ അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം വരും. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നന്നാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിന് വേണ്ടിയും ഫസൽ ഭായ് സമൂഹത്തിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഇവർ ഇത്തരം അജണ്ടകളുമായി രംഗത്ത് വരുന്നത്. ഇത്ര മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ മ്യൂട്ടാക്കി. മ്യൂട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇടപെട്ടു. ഇത് നമ്മളെ ഫസൽ ഭായ് ആണ്. ഫസൽ ഭായ് എന്ന് പറഞ്ഞ ടീച്ചർ പോലുള്ള ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്, മുസ്ലിമാണ്. സമൂഹത്തിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇല്ല ഇവിടെ. ഞാൻ തന്നെ ടീച്ചർ സ്റ്റാനിച്ചായന് ഞാനും പ്രസംഗിക്കേണ്ടി വരുമോ? ഒരാൾ നിർത്തുമ്പോ ഒരാൾ തുടങ്ങുക. ഏതായാലും ഈ വിഷയത്തില് ഒരു കാര്യമുണ്ട്, അതിൽ ഒരു വിജയം തന്നെയാണ്. അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനുണ്ടോടെ ഞാനൊന്ന് പുറത്തായിരുന്നു. ഹലോ, പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട് പറഞ്ഞു. ഞാന് ടീച്ചറിനെ തന്നെ അറിയാൻ തോന്നുന്നു. ഒരു 3-4 മുമ്പൊക്കെ ഒരു റൂമിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്, കോവിഡിന്റെ ഒക്കെ സമയത്ത്. അല്ല, ഇവിടെ സ്റ്റാലിച്ചായൻ പറഞ്ഞതും ജാമിദ ടീച്ചർ പറഞ്ഞതും തന്നെയാണ് പറയാനുള്ളത്. രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മള് ഏതൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴും അവിടെ ഒരു കോഡ് ഉണ്ട്, അവിടെ ഒരു ചിട്ടകളും അല്ലെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു കോഡിഫിക്കേഷൻ അതിനനുസരിച്ചിട്ട് പോകണം. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ പൊതുവെ, കോയമാര് പൊതുവെ പറയുന്ന ഒരു സംഭവമുണ്ട്, ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷ വേട്ട. അപ്പൊ ഈ ന്യൂനപക്ഷം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷമാക്കി കൂട്ടാറില്ല. കാരണം അവരൊരു ആഗോള മതമാണ്. ഞാൻ ഈ പാർസികളെയും ജൈനന്മാരെയും പിന്നെ ബുദ്ധന്മാരെയൊക്കെയാണ് പൊതുവെ, പ്രത്യേകിച്ച് പാർസികളൊക്കെയാണ് ഈ പറഞ്ഞ ന്യൂനപക്ഷമാക്കി കൂട്ടാറുള്ളത്. ഇപ്പൊ ഒരു ഗ്ലോബലൈസ്ഡ് കാലഘട്ടമാണല്ലോ, ഗ്ലോബലൈസ്ഡ് വേൾഡ് ആണ്. അല്ലെങ്കിൽ ഇന്ന് അതിരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി മാത്രമാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ പല ആൾക്കാരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ കന്യാസ്ത്രീകൾ അവര് ശിരോവസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് ചോദിക്കും. ഈ പോയമാരെപ്പോഴും നായ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമാണ് മൗലികാവകാശം, ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശം. ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. അതായത് സംസ്കാരത്തിനെയും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയും അവരുടെ രീതിയിൽ തന്നെ ഭരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് കോയമാരി പറഞ്ഞ നായ്ക്ക് 40 വട്ടം പറഞ്ഞ ഒരു സംഭവമാണ് ഞങ്ങളുടെ അവകാശം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. അപ്പൊ ഇതെന്താ ക്രിസ്ത്യാനികൾക്ക് ഈ അവകാശമൊന്നുമില്ലേ? ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ ശാലകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ടാണ്, ഖുറാനിലെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഈ പറഞ്ഞ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യൻ കുട്ടിയാണെന്നുണ്ടെങ്കിലും ഹിന്ദു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവർ എണീറ്റ് നിന്നിട്ട് അവിടെ മൗനത്തോടെ അവിടെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം സ്കൂളുകളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ഹിന്ദു കുട്ടികളൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കാറാണ്. അപ്പൊ ഈ മുസ്ലിം മാനേജ്മെന്റ് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഭരണഘടന ആർട്ടിക്കിൾ 29, 30 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇതേ സംഭവം ക്രിസ്ത്യാനികൾക്കും ഇല്ലേ? അവരവിടെ പഠിക്കണ കുട്ടികൾ ഏത് തരത്തിലുള്ള വേഷം ധരിക്കണം, എന്തൊക്കെ പുസ്തകങ്ങൾ അവർക്ക് അവിടെ ബൈബിള് പഠിപ്പിക്കാം, അതുപോലെ തന്നെ അവർക്ക് അതുപോലെ തന്നെ അവിടെ ഈ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ ചെല്ലിക്കാം. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്
ക്രിസ്ത്യാനികളെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കോയയുടെ കരുതി കൂട്ടിയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കരുതി കൂട്ടിയിട്ടുള്ള കുറെ ഗെയിമുകളുണ്ട്. അതിലെ ഒരു ഗെയിമായിരുന്നു ഈ പറഞ്ഞ ഹോട്ടൽ ശൃംഖലകൾ. ഹോട്ടലുകളിൽ നിന്ന് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ ഒരു ഒരു ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കാം, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലൊക്കെ നോക്കാം. ഒരു കാലഘട്ടം വരെയും ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് അത്യാവശ്യം നല്ല ഹോട്ടലുകളും ബേക്കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതിനവർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഹലാൽ എന്ന് പറഞ്ഞ ഒരു ടൂള്. ഓരോ ടൂളുകളുണ്ട് ഇവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയൊക്കെ പിടിച്ചടക്കാൻ ഓരോരോ ടൂളുകളുണ്ട്, ഓരോരോ ഉപകരണങ്ങൾ. അത് മതത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെതായിട്ടുള്ള സാധനം. അപ്പൊ ഇവര് ഹലാൽ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ക്രിസ്ത്യാനികളുടെ ഈ ബേക്കറി നല്ല രീതിയിൽ നമുക്കറിയില്ല, ബേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഓക്കെ. അപ്പൊ ഈ ബേക്കറി അല്ലെങ്കിൽ ഈ പറഞ്ഞ കേക്ക് ബേക്കിംഗ് ഒക്കെ നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ. കാരണം കേക്കിന്റെ ഒറിജിൻ യൂറോപ്പാണല്ലോ. അപ്പോ ഈ സാധനത്തിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് അതിനെ നശിപ്പിച്ചത് ഈ പറഞ്ഞ ഹലാൽ ശൃംഖലകളാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇനി ഈ മുസ്ലിം അല്ലെങ്കിൽ ഈ പറഞ്ഞ കോയന്മാർക്ക് ഒന്ന് എന്താ പറയാ ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്ത രണ്ട് ജില്ലകളാണ്. അതിലിപ്പോ ഞാൻ പറഞ്ഞ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ചില സെക്ടുകളുണ്ട്, ഈ ക്നാനായ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഇവരുടെ ഒക്കെ ഒരു 50-60% ഇന്ന് US കാനഡ സിറ്റിസൺസ് ആണ്, പ്രത്യേകിച്ച് US സിറ്റിസൺസ് ആണ്. അവരുടെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരെ മാത്രം ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഡുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണില്ല, ഇന്ത്യക്ക് 2 പൗരത്വം. അപ്പൊ ഇവിടെ പൗരനല്ലാത്ത ആൾക്ക് ഇവിടെ ഒരിക്കലും ഈ സ്ഥലങ്ങൾ സ്വന്തം പേരിലാക്കാൻ കഴിയും. അപ്പൊ കുറച്ച് ആളുകൾ അതിനു വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല വിലക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങള് വിറ്റ് പോവുകയാണ് അവിടെ. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കണത് ഈ പറഞ്ഞ ഈ മലബാറിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മലബാർ ഈ നോർത്തേൺ കേരളയിൽ നിന്നുള്ള ആളുകളാണ് അവിടെ സ്ഥലങ്ങൾ വാങ്ങുന്നത്. അവിടെ സ്ഥലങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി അവിടെ ഒരു മസ്ജിദ് കിട്ടും. എന്നിട്ട് പിന്നെ ആ സ്ഥലങ്ങൾ പതുക്കെ 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 അങ്ങനെ കോളനൈസ് ചെയ്തിട്ട് ആ സ്ഥലം പിന്നെ കംപ്ലീറ്റ് ഒരു പച്ച പരവതാനിയാക്കി മാറ്റും, ഈ പറഞ്ഞ കോയമാരുടെ ഒരു ഏരിയ ആക്കി മാറ്റും. ഇതാണ് ഇവരുടെ ഈ പറഞ്ഞ സ്ട്രാറ്റജി. അത് ഈ പറഞ്ഞ പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി ഈ സ്ഥലങ്ങളിലൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി ഇവരുടെ കയ്യില് അല്ലെങ്കിൽ ഇനിയിപ്പോ കേരളത്തിലെ തന്നെ ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്ന ഒരു പവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുള്ളത് എറണാകുളത്തും ഈ പറഞ്ഞ തൃശ്ശൂരുമാണ്. എറണാകുളത്തും തൃശ്ശൂരാണ് ഈ പറഞ്ഞ സാമ്പത്തികപരമായിട്ട് ഇന്ന് കേട്ടോ അവസാനത്തെ ഒരു എന്താ പറയാ ഒരു അവശേഷിക്കുന്ന സ്ഥലമുള്ളത് ഈ തൃശ്ശൂരും എറണാകുളമാണ്. അപ്പൊ ഈ തൃശ്ശൂർ എറണാകുളം നമുക്ക് പോയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഇപ്പോഴും ഇല്ലാത്ത രീതിയിൽ ബേക്കറി സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ ഈ സംഭവങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ഫേസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതില് ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടലുകൾ അല്ലെങ്കിൽ ബേക്കറിനെ തകർക്കുന്ന പരിപാടി ഏറെക്കുറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്തൊക്കെ പല ഹോട്ടലുകളും ക്രിസ്ത്യാനികളുടെ പൂട്ടിപ്പോയി. അവരുടെ ആയിട്ടുള്ള പല സംഭവങ്ങളും അവരിൽ നിന്ന് പോയി. പിന്നെ ഇനി അവശേഷിക്കണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിന് മാർക്കറ്റ് ചെയ്യണമല്ലോ. മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസിഡന്റ് ബേസേ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇത് ഭയങ്കര ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അത്. അതായത് ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു കുട്ടിക്ക് ഹിജാബ്, അതായത് ആ സിസ്റ്റർ പറയണത് ആ കുട്ടിക്ക് ഇത്ര കാലം വരെ ഇല്ലാത്തൊരു പ്രശ്നം ഒറ്റ ദിവസം കൊണ്ടുണ്ടായത്. ഒരു ദിവസം ഇതുപോലെ തന്നെ തലയില് ഈ പറഞ്ഞ ചാക്കപ്പൂടെ മൂടി കെട്ടിപ്പതിച്ച് വന്നപ്പോ സിസ്റ്റർ ചോദിച്ചു എന്ത് പറ്റി. സിസ്റ്റർ അല്ല, അവിടുത്തെ ടീച്ചർ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മതമേ അനുസരിക്കൂ, എന്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞതുപോലെ മതം മാത്രം അനുസരിക്കൂ. അപ്പൊ കുട്ടിക്ക് വിദ്യാഭ്യാസമല്ല പ്രാധാന്യം, അവർക്ക് ഈ പറഞ്ഞ മരണത്തിന് ശേഷമുള്ള അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതത്തിൽ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യ അഭ്യസിക്കലാണല്ലോ. അപ്പൊ ഇതല്ല, അവർക്ക് മരണത്തിന് ശേഷമുള്ള ഈ പറഞ്ഞ സ്വർഗവും ഈ ഊറിയും മദ്യപ്പുഴയൊക്കെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് അവരുടെ മതമാണ് പ്രാധാന്യം. അപ്പൊ അവരെ വാൺ ചെയ്ത് അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തില് ഇതൊരു കത്തിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇപ്പൊ നിങ്ങളിപ്പോ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഈ പള്ളുരുത്തി, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ആ കുമ്പളങ്ങി ആ ഏരിയയിലൊക്കെ അത്യാവശ്യം ഈ മുസ്ലിം പോപ്പുലേഷൻ. ഈ മുസ്ലിം പോപ്പുലേഷൻ ആയിട്ടുള്ള ആളുകള് പൊതുവെ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാല്, എറണാകുളം എന്നല്ല ഇപ്പൊ മലബാർ ഏരിയയിലാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ആദ്യ സ്റ്റേജ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആദ്യമായി കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും.
അത് ഇപ്പൊ മലപ്പുറം ജില്ലയില് ഏത് നഗരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ക്രിസ്ത്യൻ സ്കൂൾ ഉണ്ടാവും. ഒരു ക്രിസ്ത്യൻ ഒരു ചാപ്പൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ചർച്ച് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂള്, അങ്ങനെ കോളേജ്, ഇങ്ങനെയൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ. കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കണ്ണൂരൊക്കെ അങ്ങനെ തന്നെയാണ്, മലബാർ ഏരിയയിൽ. അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസം ആദ്യ കാലഘട്ടത്തിൽ കൊടുത്തത് മിഷണറികളാണ്. പിന്നീട് അതിന്റെ ശേഷം ഈ പറഞ്ഞ ഗൾഫ് ഈ മിഷണറി സ്കൂളുകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന ഈ പഴമരായിട്ടുള്ള ആളുകൾ, അവര് ആ വിദ്യാഭ്യാസം കൊണ്ട് ഗൾഫിൽ പോയി അവിടുത്തെ വൈറ്റ് കോളർ ജോബ് കിട്ടി അത്യാവശ്യം കാശൊക്കെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർക്ക് ആ സ്കൂളിനോടല്ല അവർക്ക് സ്നേഹം. അവർ പറഞ്ഞത് എന്താണ്, ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്കൂൾ വേണം, ഇനി ഇത് ഇവിടെ പാടില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് അവർ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് അവർ ഉപയോഗിച്ചതാണ് നമ്മളെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള അവകാശങ്ങളുള്ള ഒരു സ്കൂള്, നമ്മളെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച പള്ളി പോകാനുള്ളത്, നമ്മളെ കുട്ടികൾക്ക് നോമ്പിന് നേരത്തെ വിടുന്ന സ്കൂളുകൾ. അപ്പൊ അത്തരത്തിൽ മതത്തിനെ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്ത സ്കൂളുകളാണ് പിന്നീട് മലപ്പുറം ജില്ലയിൽ വന്നത്. അങ്ങനെ ഇന്നിപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തന്നെ വിദ്യാഭ്യാസം കൊടുത്ത ഈ ക്രിസ്ത്യൻ സ്കൂളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിണ്ടിട്ട് പുതുക്കി തേക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ പെയിന്റ് അടിക്കാൻ പോലും ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ അതിങ്ങനെ ജീർണിച്ചിറക്കാണ്. അത് ഞാൻ തമാശ പറയണല്ലോ, അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? എല്ലാ സ്ഥലം ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള, ഞാൻ മലപ്പുറം ജില്ല അതിനെ തന്നെ പറയാം, കാരണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുത്ത ക്രിസ്ത്യാനികൾ. അതിപ്പോ പെരിന്തൽമണ്ണ ആണെന്നുണ്ടെങ്കിൽ, പൊന്നാനി ആണെങ്കിലും, എടപ്പാള്, തിരൂര്, താനൂര്, കൊണ്ടോട്ടി, ഈ പറഞ്ഞ മഞ്ചേരി, ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ തന്നെയാണ്. അതില് സർക്കാർ ഒരു മാങ്ങാക്കലും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നീട് ഈ ഗൾഫും പണമൊക്കെ വന്ന് ഇവിടുന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ടാണ് പിന്നെ MBS അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത്, MES ME ഒക്കെ വന്നത്. അപ്പോ ഇതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോ ഏറെക്കുറെ ഈ പറഞ്ഞ ഹലാൽ ശൃംഖല ഹോട്ടലുകളെ കൊണ്ട് കുറച്ചൊക്കെ പൈസയായി. അപ്പൊ ഈ സ്കൂളുകൾ, ക്രിസ്ത്യൻ സ്കൂളുകളിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കി ഇതൊരു മാർക്കറ്റിംഗ് ടൂളാക്കി ഉപയോഗിച്ചിട്ട് ഇനി നിങ്ങൾ കണ്ടപ്പോ ആൾക്കാർ എന്താ പറയണെന്ന് അറിയോ, നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു സ്കൂൾ ചേർന്നു, നല്ലൊരു സ്കൂൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ കെട്ടണം. എന്നിട്ട് മതേതരത്വ മൂല്യമുള്ള അല്ലെങ്കിൽ മതേതരത്വവാദികളായിട്ടുള്ള ഹിന്ദുക്കളും ബൈബിളിന്റെ പോലത്തെ ക്രിസ്ത്യാനികളും അവരെ മക്കളും എല്ലാരും കൂടെ അവിടെ വന്ന് പഠിക്കണം. ഇങ്ങനത്തെ രീതിയിലാണ്, ഇതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ഇത് സത്യം പറഞ്ഞ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് ഒരു വാർത്തയാവേണ്ടതല്ല. എത്ര സ്കൂളുകളിൽ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സ്കൂളിൽ ഒരു കുട്ടി എന്തെങ്കിലും ഒരു സംഭവം, ഇതൊക്കെ പ്രൈവറ്റായി നടക്കണ്ട, മാതാപിതാക്കളുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ നടക്കേണ്ടത് എന്തിനാണ് സമൂഹത്തിൽ ഇത്രമാത്രം ഒരു വലിയ വാർത്ത ആക്കിയതാരാണ്? ഇത് അവരുടെ ആവശ്യമാണ്. ഈ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻസ് ഇതിപ്പോ പറയണതിന്റെ സംഭവം എന്താണ്, മുസ്ലിങ്ങളെ എല്ലാവരും വേട്ടയാടും. എന്ത് വേട്ടയാടൽ? ഇതാണ് വേട്ടയാടൽ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മാനേജ്മെന്റ് സ്കൂളുകളില്ലേ, അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ പല നിയമങ്ങളില്ലേ, അവിടെ പല നിയമങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മാസങ്ങളിൽ ഹിന്ദു കുട്ടികൾ അവിടെ ഭക്ഷണം കൊണ്ടുപോകാറില്ല, ഉച്ചവരെ സ്കൂൾ ഉണ്ടാവുള്ളൂ. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഉച്ചവരെ ഉണ്ടാവുള്ളൂ, രാവിലെ ഉച്ചവരെ. അപ്പൊ അവര് അവിടുന്ന് ഭക്ഷണം കഴിക്കാറില്ല, അവിടുത്തെ ക്യാൻറ്റീന് പോലും തുറക്കാറില്ല ഈ പറഞ്ഞ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ. അപ്പൊ എന്താ അവിടെ ഹിന്ദു കുട്ടികൾ ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നില്ല? അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടാണ് അവർ പോണത്. അപ്പൊ ഇത് ക്രിസ്ത്യാനികൾക്കും അവരുടെ സ്കൂളുകളിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം അവിടെ ചെല്ലുക വേണം. പക്ഷെ ഇത്ര കാലം വരെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചു കാലം കൊണ്ട് ഇത് വരാനുള്ളതിന്റെ ഒരു കാരണം, ഇത് പണ്ട് മലപ്പുറം ജില്ലയില് കെയർ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ബേക്കറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റിസ് ഫോർ ആദിയ എന്ന് പറഞ്ഞ ഒരു സമയത്ത് കൊള്ളയടിക്കപ്പെട്ട ബേക്കറി. അത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബേക്കറിയാണ്. ഈ ബേക്കറിക്കെതിരെ വേറൊരു ടീം, നിള ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്ന സമയത്ത് അവർക്ക് ഇവരെ ഫുഡിന്റെ ക്വാളിറ്റി വെച്ചിട്ട് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയാം, ആ ബേക്കറി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടേതാണ്. അവിടുത്തെ പപ്സിനൊക്കെ അത്ര ടേസ്റ്റ്, പന്നി നെയ്യിന്റെ പപ്സാണ്, പന്നി നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയ പപ്സാണ്. ഇത് പറയണത് ആരാണ്? അപ്പൊ പന്നി നെയ്യ് മുന്നേ കഴിച്ചാലല്ലേ ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ മതത്തിനെ ഉപയോഗിച്ച് മറ്റു സമുദായത്തിന്റെ മറ്റാളുകളുടെ സമ്പത്ത് തകർത്ത് അവരുടെ എല്ലാ രീതിയിലുള്ള സമ്പത്തിനെ തകർത്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജിഹാദികളാണ് ഇതിന്റെ ബാക്കില്. അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റപ്പെടുത്താനോ കണ്ടെത്താനോ നിർഭാഗ്യവശാല് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഐക്യമായി മുന്നോട്ട് വന്നിട്ട് അതിനെ കണ്ടെത്താനും അതിനെ തോൽപ്പിക്കാനും എന്നുള്ള ഒരു പക്വതയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയോ ഒന്നും ഇല്ല എന്നുള്ളത് അതിലും വലിയൊരു യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെ ഈ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തതിനെ
എതിർത്ത് പറഞ്ഞതാണ് ഈ പറഞ്ഞ പല പല ക്രിസ്ത്യൻ നേതാക്കന്മാരും പല ആളുകളും ഇതിനെ എതിർത്ത് പറയണം, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേ BJPക്ക് RSSന് ഗുണകരമാവുന്നൊക്കെ. നിങ്ങൾ ഇതേ ഇൻസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി അവിടെ ഞാൻ പറഞ്ഞതാണ് ഈ വിഷയം. സപ്പോസ് എന്ത് ചെയ്തു, ഒരു ബീഫ് ഇത് കൊണ്ടുപോയി, പന്നി കൊണ്ടുപോയി കൂട്ടിക്കോ. നോമ്പ് മാസത്തിൽ പന്നി കൊണ്ടുപോയി. വീട്ടിലെ ക്രിസ്ത്യാനികൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കണമല്ലോ, മറ്റേ പന്നിയിറച്ചി കഴിക്കണമല്ലോ. കുറച്ച് പോർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മാസത്തിൽ ഒരു മുസ്ലിം സ്കൂളിൽ കൊണ്ടുപോയി. ഒന്നാമത് അവർ ഭക്ഷണം കഴിക്കില്ല, രണ്ടാമത്തെ ഈ പറഞ്ഞ ഈ ഇത് മറ്റേ പന്നി അവർക്ക് ഹറാമാണ്. അവിടെ എന്താ ഉണ്ടാവുക? അവിടെ എല്ലാരും വേണം അവനെ വിലക്കും, അവനോട് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പുറത്താണ്. അപ്പൊ ഇതിപ്പോ കേരള മാധ്യമങ്ങളിൽ ചർച്ച വന്നു കഴിഞ്ഞാൽ അവരെല്ലാരും എന്താ പറയാ, അത് ആ കുട്ടിയല്ലേ ചെയ്തത് തെറ്റ്, ആ കുട്ടി അവിടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആ സ്കൂളിന്റെ അത് മുസ്ലിങ്ങളേതാണ്, ആ മുസ്ലിങ്ങളായിട്ട് സ്കൂളിന് കുറെ അവരുടേതായിട്ടുള്ള ചിട്ടകളുണ്ട്, അപ്പൊ അതിനെതിരെ നിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ആ കുട്ടീനല്ലേ എതിർക്കുക. ഇപ്പൊ നേരെ ഉൾട്ടയില്ലേ, ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. വിദ്യാഭ്യാസം എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി തട്ടമല്ല തല പോയാലേ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇരിക്കും, അല്ലെ? സത്യം. നമ്മൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതാണ് നോക്കുക, അതാണ് പ്രാധാന്യം. അപ്പൊ തലേന്ന് പട്ടം പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കയറാതെ. അപ്പൊ ഇതൊക്കെ കരുതി കൂട്ടിയിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ആളുകളുടെ ഈ ക്രിസ്ത്യൻ സ്കൂളുകൾ ഇന്ന് ഈ പറഞ്ഞ എറണാകുളത്ത് അവശേഷിക്കുന്ന കുറച്ച് സ്കൂളുകളും കോളേജുകളുടെ രാജഗിരിയൊക്കെ പോലുള്ള ഇതിനൊക്കെ തകർത്ത് എങ്ങനെയാണ് MBS ഒക്കെ വന്നത്, അതുപോലെ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലുള്ള ഈ സെന്റ് മേരീസ് പോലുള്ള കോളേജുകളൊക്കെ തകർത്ത് എങ്ങനെയാണ് MES ഒക്കെ വന്നത്, അതുപോലെ ഈ രാജഗിരിനൊക്കെ തകർത്ത് വേറെ സ്കൂളുകളും ഒക്കെ കൊണ്ടുവരാനുള്ള അതിന് ഇവർക്ക് കൂട്ടിക്കൊടുക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള പല ആളുകളാണ്. നിർഭാഗ്യവശാല് പല ആളുകളും തന്നെയാണ് ഇവരപ്പം കൂടെ നിന്ന് കൊടുക്കണം, മതേതരത്തൊക്കെ പറയാം. അപ്പൊ ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വലിയ രീതിയിൽ ഇനി ഇവരെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കും. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു നെഗറ്റീവ് മാർക്ക് വന്നില്ലേ, അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഇത് മറ്റാർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ പല ആൾക്കാരും പറഞ്ഞ ഇപ്പൊ മറ്റേ ഹലാലിന്റെ മറ്റേ ഹലാൽ ഭക്ഷണത്തിന്റെ ഒരു സമയത്ത് എന്താണ് എല്ലാവരും പറഞ്ഞത്, അത് നല്ല ഭക്ഷണമാണ്. പിണറായി വിജയൻ വരാതല്ലേ പറഞ്ഞു നല്ല ഭക്ഷണമാണ് ഹലാൽ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കണം എന്താ, ഇത് മറ്റേ മാലിന്യമാണ് ഉണ്ടാക്കണം ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ഈ ഹിന്ദുവിന്റെ ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനിന്റെ ഷോപ്പിൽ അവൻ വിൽക്കണൊക്കെ മാലിന്യമാണോ അല്ലെങ്കിൽ വൃത്തികെട്ടതാണോ? അപ്പൊ ഇയാള് വരെ പറയുന്നത് നല്ല ഭക്ഷണത്തിനാണ് ഹലാൽ എന്ന്. ഹലാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറക്കണ ഒരാള് മുസ്ലിം ആയിരിക്കണം. അപ്പൊ ഇത്തരത്തില് ഇവരുടെ ഈ തക്കിയ എന്ന് പറഞ്ഞ സാധനത്തിനെ ഒളിച്ചു കടത്തിയിട്ട് കേരളത്തിനെ പിടിക്കുന്ന കാര്യത്തിൽ ഇവര് വിജയിച്ചു കഴിഞ്ഞു, പല സ്ഥലങ്ങളിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവരെ കൂടെ നിൽക്കുന്നതും ഈ പറഞ്ഞ ക്രിസ്ത്യൻ വിശ്വാസികളും അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കർണാടകയിൽ, ഞാൻ കുറെ കാലം കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മുസ്ലിം ഒരു ഹോട്ടല് അവൻ തുടങ്ങി കഴിഞ്ഞാൽ അവരാൾക്കാർ പോയി തിന്നാന്നല്ലാണ്ട് ഹിന്ദുക്കൾ പോയി തിന്നാറില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ പിന്നെ അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങളായിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ട് കുറെ നരേഷൻസും മുസ്ലിങ്ങൾ നോൺ വെജ് മറ്റേ കൃഷ്ണേട്ടന്റെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ നെയ് റോസ്റ്റ് കഴിക്കും, ഞങ്ങള് ജബ്ബാറിന്റെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങളെ നല്ല ബീഫും നല്ല ഷവായും മന്തിയൊക്കെ കഴിക്കും. നിങ്ങൾ ഹോട്ടൽ ബിസിനസ് ചെയ്ത ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. വെജിറ്റേറിയൻ ഹോട്ടലിൽ പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ ഈ പിന്നെ അതുപോലെ തന്നെ ഒരു നരേഷൻ ഉണ്ടാക്കിയതാണ് നന്നായിട്ട് നോൺ വെജിറ്റേറിയൻ വെക്കാൻ പറ്റുന്നത് മുസ്ലിങ്ങൾക്കാണ്. ആര് പറഞ്ഞോ? വെറുതെ പറയുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണ് മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ അവിടെ എത്ര വിഭാഗങ്ങളുണ്ട്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നത് പല പല വിഭാഗങ്ങളാണ് പല സ്ഥലങ്ങളിൽ. ഇതൊക്കെ മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പല ഭക്ഷണങ്ങളും ഇപ്പൊ ഈ ഷവർമ പോലുള്ള സാധനങ്ങളും മുസ്ലിങ്ങൾ ഉണ്ടാക്കണമെന്നല്ല, അത് ഏതോ കാലത്ത് അവിടെ ഉള്ളതാ. പിന്നെ ഇവര് വന്നപ്പോ ഇതിന്റെ അങ്ങോട്ട് പിതിർത്തേറ്റെടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള നരേഷനിൽ ഹിന്ദുക്കൾ തന്നെ വീണ് പോകാറ്. ഹിന്ദുക്കൾ തന്നെ പറയണം നല്ല ഭക്ഷണം നല്ല നോൺ വെജ് ഉണ്ടാക്കുക ഈ മുസ്ലിങ്ങളാണ്. അപ്പൊ ഇത്തരം നരേഷനും അതുപോലെ തന്നെ ഇത്തരം ഹലാൽ എന്ന് പറഞ്ഞ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ മൊത്തമായിട്ടും ഈ പറഞ്ഞ ഈ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇനി അവരുടെ ലക്ഷ്യം. അത് ഏറെക്കുറൊക്കെ നടന്ന് മലബാർ ഏരിയയിലൊക്കെ ഏറെക്കുറൊക്കെ ആ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നു. തൃശ്ശൂര് ഒരു ആപ്പായിട്ടുണ്ടാവും. അപ്പൊ എറണാകുളമാണ് മെയിൻ ആയിട്ട് പല ക്രിസ്ത്യൻ സ്കൂളുകളും വരെ ലക്ഷ്യമായിട്ടുള്ളത്, കോളേജുകളും. അതിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമാക്കി കൊടുക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കാണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്
RSS ഇത് എന്താണ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും, അതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നടക്കണേ ഈ പടുവിഡ്ഢികളായിട്ടുള്ള ആൾക്കാരോട് കൂടുതലൊന്നും പറയില്ല, ഇവർക്ക് ഇത് മനസ്സിലാവും. അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഓക്കെ, നമ്മുടെ ഫസൽ പറഞ്ഞ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒന്നാമത്തതായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരാണ് മുസ്ലിങ്ങൾക്ക് കൂടി വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ തലശ്ശേരിക്കടുത്ത് കോട്ടയം മുക്ക് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന ഇന്ത്യയിലെ കുട്ടികളെ, മുസ്ലിം കുട്ടികളെ ഭാഷകൾ കൂടി പഠിപ്പിക്കണം. നല്ല മലയാള ഭാഷ പഠിപ്പിക്കണം, അവർ ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, സംസ്കൃതം വേണമെങ്കിൽ അത് പഠിക്കണം. അതല്ലെങ്കിൽ നല്ലതുപോലെ മലയാളം ഇജ്ജും ബജ്ജും ഗുജ്ജും ഒക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ മലയാളം പഠിക്കട്ടെ. ആ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു ഗ്രാന്റ് കൂടി നൽകുന്ന ഒരു സിസ്റ്റം വന്നു. ഇതൊക്കെ ഒരുപാട് മാഗസിനകത്ത് വന്നിട്ടുള്ള സംഗതിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. ആ ഗ്രാന്റ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു ഗ്രാന്റ് കൂടി കൊടുക്കേണ്ടുന്ന രൂപത്തിൽ നിയമം വന്നു. അങ്ങനെ ഇൻസ്പെക്ഷന് വേണ്ടി വന്ന അധ്യാപകനോട് മുസ്ലിം അധ്യാപകന്മാര് പറയുവാണ്, അതെ, ഞാൻ ഇനി മുതൽ ഭാഷ പഠിപ്പിക്കില്ല. എന്താ കാരണം? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഈ ഭാഷ അറബി അല്ലാത്ത, ഞങ്ങളെ പോലെ സംസാരിക്കുന്ന മലയാളമല്ലാത്ത ഭാഷ പഠിപ്പിക്കുന്നവരൊക്കെ നരകത്തിലേക്ക് പോകുന്നു. കാരണം ഇത് സാധാരണ ഇത് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന നല്ല മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളെ ഹൂറികൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നു. എൻ്റെ ഊഴമെത്തിയപ്പോൾ എന്നെ ഹൂറികൾ കൈകളിൽ സ്വീകരിക്കുന്നില്ല. അതിന് കാരണം ഞാൻ ഈ മതത്തിൽ നിന്നും പുറത്തു പോയി എന്ന ഉദ്ദേശം കൊണ്ടാണ് എന്ന് പറഞ്ഞ രൂപത്തിൽ, നല്ല രൂപത്തിൽ അന്നൊക്കെ അത് വാർത്തയായതാണ്. അതിന്റെ ഒരുപാട് ഡേറ്റാസും എൻ്റെ കയ്യിലുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പോ മലയാള ഭാഷയെ ഇവരങ്ങേയറ്റം എതിർത്തിരുന്നു. ഇനി നമുക്ക് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ വരുവാണെങ്കിൽ, ഹിജാബ് ആണെങ്കിലും നിക്കാബ് ആണെങ്കിലും 6-ാം നൂറ്റാണ്ടില് മലമൂത്ര വിസർജനത്തിന് പ്രവാചകന്റെ ഭാര്യമാര് പോകുമ്പോൾ ആളറിയാതിരിക്കാൻ വേണ്ടി ഇടുന്ന, അപ്പിയിടാൻ പോകുമ്പോഴിടുന്ന കുപ്പായമാണ് എന്ന് ഇന്നറിയാത്തവരാണ് ആരാണുള്ളത്? ഈ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായിട്ടുള്ള അപ്പിക്കുപ്പായ രീതികൾ ഇന്ന് യൂറോപ്യൻ ടോയ്ലറ്റുകൾ, അറ്റാച്ച്ഡ് സൗകര്യങ്ങൾ വീട്ടിലുള്ള ആളുകൾക്ക് ഇടണം എന്ന് നിർബന്ധിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? സ്ത്രീകളെ അടിച്ചമർത്താനും വരുതിയിലാക്കാനും പേറിയന്ത്രമാക്കാനും വേണ്ടി മാത്രം ഇസ്ലാം ഉണ്ടാക്കിയ ഒരു ഒരു ആശയം മാത്രമാണിത്. ഇത് ഈ കാലത്ത് ഒരാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മതമൗലിക അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുക്കാനും അത് ധരിക്കാനും അതിനെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പോലും അതിനുവേണ്ടി സ്ത്രീകൾ ഇറങ്ങി സമരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മതനിയമങ്ങൾ ഏതു മതവിഭാഗത്തിൻ്റെതായിരുന്നാലും ശരി, അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനിപ്പോ ആരായിരുന്നാലും ശരി. ഇപ്പോ ഈ സ്കൂളിനെ സംബന്ധിച്ച്, സെന്റ് റീത്ത സ്കൂളിനെ സംബന്ധിച്ചിട്ടാണല്ലോ ഈ ഹിജാബ് വിവാദമാക്കിയത്. തികച്ചും ശരിയായ ഒരു ആശയമാണ്. കാരണം നമ്മൾ എവിടെ കാലുകുത്തിയാലും നമ്മുടെ തീവ്രമായിട്ടുള്ള ആശയം നമ്മൾ അവിടെ പ്രാവർത്തികമാക്കുമെന്നും നമ്മൾ എവിടെ ഉണ്ടെങ്കിലും ശരി അവിടെ സമാധാനം ഉണ്ടാകില്ല എന്നും ആളുകൾക്ക് മനസ്സിലാക്കാൻ, എക്സ്പെഷ്യലി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കാരണമായി. തൻ്റെ വിശ്വാസപ്രകാരം തൻ്റെ കുട്ടിക്ക് ആ സ്ഥാപനം അനുവദിക്കാത്ത ഒരു വേഷം, ഒരു യൂണിഫോം, അതല്ലെങ്കിൽ ഒരു അപ്പിക്കുപ്പായം വേണം എന്ന് വാശി പിടിച്ച് ആ പിതാവിനെ തൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്ന സ്കൂളിലേക്ക് പോകാമല്ലോ. ഈ സ്കൂള് നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നില്ല, ചുറ്റിനും ഇരിക്കുന്നതെല്ലാം കാഫിറായിട്ടുള്ള ആളുകൾ, പഠിപ്പിക്കുന്നത് കാഫിറായിട്ടുള്ള അധ്യാപകർ, അതുകൊണ്ട് എൻ്റെ മതം ഹനിക്കപ്പെടുന്നു. എൻ്റെ മകളെ മതചിട്ടപ്രകാരം പഠിപ്പിക്കേണ്ടുന്ന ഒരു ബാധ്യത ഒരു പിതാവ് എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ഇന്ന് കേരളത്തിൽ മതസ്ഥാപനങ്ങളില്ലേ? മുക്കിന് ഇസ്ലാം മതസ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. ആ സ്കൂളിലേക്ക് പോകാമായിരുന്നല്ലോ. കന്യാസ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം വന്നിട്ട് നിർമ്മല സ്കൂളിലെ നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചതുപോലെ ആ സ്ഥാപനത്തിന്റെ നിയമവിരുദ്ധമായിട്ട്, ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിന്റെ ആശയങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് ഞങ്ങൾക്ക് മുഖമറയ്ക്കണം, ഹിജാബ് ധരിക്കണം, നമസ്കരിക്കണം
എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച ഈ പിതാവിനോട് കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ, മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ ഹിജാബ് ഒഴിവാക്കാൻ ഇദ്ദേഹം തയ്യാറായെങ്കിൽ അയാളുടെ മതവിശ്വാസം കാപഠ്യമായിരുന്നില്ലേ? എവിടെയും തന്റെ മതം മുറുകെ പിടിക്കണം എന്ന ആശയമായിരുന്നു ആ പിതാവിനും മകൾക്കുമെങ്കിൽ ലോകം ഇടിഞ്ഞു വന്നാലും ശരി തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ ചെയ്യുക? അദ്ദേഹത്തിന്റെ വിശ്വാസം എത്രമാത്രം പൂർണ്ണമായിരുന്നു, എത്രമാത്രം ജെന്യൂനായിരുന്നു. മതസൗഹാർദ്ദം തകർക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം മതജീവികളെ അകറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന് ഒരു ഭീഷണിയാണ്. മതേതരത്വം എന്ന വാക്ക് തന്നെ ഭീഷണിയാണ് എന്ന ആശയക്കാരിയാണ് ഞാൻ. അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഹിജാബ് അഴിപ്പിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ്സുകാരോട് ഇവർക്ക് എന്ത് സമീപനമായിരിക്കും ഉണ്ടാവുക? കാരണം ഇവരിടപെട്ട് ഒന്ന് രമ്യതയിലാക്കി കൊണ്ടുപോയല്ലോ, ഇളക്കി വിട്ടതും അവര് തന്നെയാണ്. ശരി, ഈ ന്യൂനപക്ഷ മുസ്ലിങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരുടെ ഇത്തരം വിഭാഗീയ ചിന്താഗതികളെ നമ്മൾ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നത്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ 1% മുതൽ തന്നെ ഒരു തുടങ്ങും പ്രശ്നം. കുറച്ചാണെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞും, കുറച്ചും കൂടി ആയാൽ ഭൂരിപക്ഷം എന്നും പറഞ്ഞും ബഹളം തുടങ്ങും. അതൊക്കെ ഇപ്പതാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണല്ലോ. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഒരു രൂപത്തിലും മറ്റു മതവിഭാഗങ്ങൾക്ക് ശബ്ദിക്കാൻ സാധിക്കില്ല, എതിർക്കാൻ പറ്റില്ല, അഭിപ്രായം പങ്കുവയ്ക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. ഇസ്ലാം എന്തുകൊണ്ടാണ് ഇത്രയധികം എതിർക്കപ്പെടുന്നത്? ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷമായാൽ ഇന്നത്തെ അഫ്ഗാനിലെ അവസ്ഥ, ഇന്നത്തെ സിറിയയിലെയും നൈജീരിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അവസ്ഥ നമ്മുടെ നാട്ടിൽ നടക്കും. അത് ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ പ്രതികരിക്കുന്നത്. ആ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇസ്ലാമിൽ മതേതരത്വവും ജനാധിപത്യവും ദേശീയതയുമില്ല. താലിബാൻ മോഡൽ ഭരണമായിരിക്കും നമ്മുടെ നാട്ടിൽ വരുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകം നശിപ്പിക്കാൻ, മറ്റു മതവിഭാഗങ്ങളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ പഠിപ്പിക്കപ്പെടുന്ന, ആ മുസ്ലിം സ്ത്രീകൾ നമുക്ക് ബലാത്കാരം ചെയ്യാനുള്ള ഭോഗവസ്തുക്കളാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ ഇസ്ലാമിന്റെ ആശയം വല്ലാത്ത ക്യാൻസറാണ് ഈ സമൂഹത്തിൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവരെ എതിർക്കുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇവർ നിർത്തലാക്കും. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇവർ വിലങ്ങുതടിയാകും. ഇസ്ലാമിക വസ്ത്രം മാത്രമേ അവർക്ക് ധരിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഇവർ കൊണ്ടുവരും. പരിണാമം, കമ്മ്യൂണിസം, മതേതരത്വം ഇതൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറയും. ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഇവരുടെ കൊണ്ടുവരും. ഒരൊറ്റ പെണ്ണിന്റെ പോലും ചിത്രങ്ങൾ ഒരൊറ്റ ഷോപ്പുകളിലോ ഒന്നും പാടില്ല എന്നുള്ള താലിബാൻ നിയമം ഇവരുടെ നടപ്പിലാക്കും. മ്യൂസിക് പാടില്ല, അതുപോലെ പാട്ട്, എഴുത്ത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സോഷ്യൽ മീഡിയ, ഇങ്ങനെ സിനിമ, നാടകം, ക്ലാസിക്, നൃത്തങ്ങൾ ഇതെല്ലാം ഇല്ലാതാക്കി ഓണം, ദസറ, ഹോളി, അതല്ലെങ്കിൽ വിഷു, ക്രിസ്തുമസ്, പൊങ്കൽ, തിരുവാതിര, കുംഭമേള ഇതൊന്നും നമുക്ക് വേണ്ട. എന്തിനേറെ ബഹുഭാര്യത്വവും അടിമത്വവും വെപ്പാട്ടി സമ്പ്രദായവും യോനിക്കൂലി കൊടുത്ത ആരെയും കൂടെ കിടത്താനുള്ള താൽക്കാലിക വിവാഹമടക്കം സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ കളിയാടും. ന്യൂനപക്ഷമായതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു വിഷമവും. അപ്പൊ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 30-40% കഴിഞ്ഞാൽ അവർ പണി തുടങ്ങും. പിന്നെ ഇസ്ലാമിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു അമുസ്ലിമിനും കഴിയില്ല. ഇസ്ലാമിന്റെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരുടെ അടിമകളായി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ന്യൂനപക്ഷ ഇസ്ലാമിന്റെ ഇത്തരം ഹിഡൻ അജണ്ടകൾ, ഇവരുടെ മത തീവ്രവാദങ്ങൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ച് മറ്റുള്ളവരുടെ മത അവകാശങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന ഇവരെ എതിർക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത്. അതല്ലാതെ മുസ്ലിം വിരോധം ഉണ്ടായിട്ടല്ല, മുസ്ലിങ്ങളോട് വിരോധമുള്ളത് കൊണ്ടല്ല, ഇസ്ലാമിക നിയമം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടും മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിച്ചാൽ അവർ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി അനുഭവസ്ഥരായിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പഠിച്ചതുകൊണ്ടുമാണ് ഇവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ തീവ്രവാദത്തെ ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. വളരെ
കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു. പ്രൊഫസർ ബൈഡൻ ടീച്ചറിനും കൂടെ ഒരുമിച്ച് വന്നപ്പോ വളരെ ക്ലിയർ ആയിട്ടുണ്ട് കാര്യം. ടോം സാർ വന്നിട്ടുണ്ട്. ടോം സാറേ, ടോം സാർ ഇല്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടീച്ചർക്ക്. അതെ അതെ, ടീച്ചറിന് സ്പെഷ്യൽ താങ്ക്സ്. ഇത് ഇപ്പൊ റേസ് ചെയ്ത കാര്യമുണ്ടല്ലോ, അവരുടെ മതവിശ്വാസത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അവരൊരിക്കലും അത് വിടാൻ പാടില്ലല്ലോ. രാഷ്ട്രീയവും ഇത് മിക്സ് ആകുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കാരണം. ടോം സാർ സംസാരിക്കുന്നുണ്ടോ? ഞങ്ങക്ക് ടോം സാറിന്റെ സൈഡിൽ നിന്നും ഇപ്പോൾ ഉള്ള ഗാസ ഇസ്രായേലിന്റെ സിറ്റുവേഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹിജാബിന്റെ കാര്യമൊക്കെ ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഇസ്ലാമിന് ആധുനിക വിദ്യാഭ്യാസത്തോട് ഉള്ള ഒരു വിരോധമുണ്ട്. അത് അവർക്കത് ശരിയായ തരത്തില് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട് അത് എങ്ങനെയും നശിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ഇരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്നതാണല്ലോ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത്. കാശിന് പ്രയോജനമില്ലാത്ത സാധനമാണെങ്കിലും അതുണ്ടായ സൗദി അറേബ്യയിൽ നിന്ന് കാശിന് പ്രയോജനമുള്ള ഒരു നോളജും ലോകത്തുണ്ടായിട്ടില്ല. എങ്കിലും അത് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ വിചാരിച്ചോളാം. ഇനി നിങ്ങൾ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ എംപയറുകളിൽ ഒന്നായിരുന്നു ഈ ടർക്കിഷ് എംപയർ എന്ന് പറയുന്നത്. അത് നോർത്ത് ആഫ്രിക്ക മുതൽ ഇങ്ങനെ യൂറോപ്പ് വരെ വ്യാപിച്ചു വരുന്ന സാധനമാണ്. അപ്പൊ ഈ ടർക്കിഷ് എംപയർ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഇവർക്ക് സമ്പത്തിനോ അല്ലെങ്കിൽ ശക്തിക്കോ ഒന്നും കുറവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു നല്ല യൂണിവേഴ്സിറ്റി ഇവരുടെ മേഖലയിൽ ഒരു സ്ഥലത്തും ഇല്ലാതെ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകത്തിലെ ഏറ്റവും വലിയ കൾച്ചറലായിട്ട് നോക്കിയാൽ ലോകത്തിന്റെ ഒരു എപ്പിക് സെന്റർ ആയിരുന്നു ഈ ഈജിപ്ത് എന്ന് പറയുന്നത്. ഈ ഈജിപ്റ്റ് ഒക്കെ എത്രയോ കാലമായിട്ട് ഇസ്ലാം ഭരിച്ചു. ആ കൾച്ചറിന്റെ ആ ഒരു വലിയ ഹെറിറ്റേജിന്റെ കാലഘട്ടത്തിൽ നിന്ന് വിട്ട് എത്രയോ കാലം ഭരിച്ചു. ആധുനിക ലോകത്തിന് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവിടെ ഉള്ളായിരുന്നു? ഇനി അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യ അഭ്യസിക്കാൻ കഴിയുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ടർക്കിയിലുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസത്തോടെ അടുത്ത സുൽത്താൻ പോലും എത്രമാത്രം മുഖം തിരിഞ്ഞാൽ നിന്നിരുന്നു. ഒരു നല്ല പാലം പോലും ഉണ്ടാക്കി കൊടുത്ത ബ്രിട്ടീഷുകാരാണ്. ഈ ബാസ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുന്ന കരമാർഗം വരുന്ന വഴിയാണ്. ബാസ്പ്രസ് എന്ന് പറഞ്ഞ കടൽ കടന്നാണ് യൂറോപ്പിലേക്ക് കടന്നത്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഈ പണ്ട് നമ്മുടെ അവിടുന്ന് സാധനങ്ങളെല്ലാം യൂറോപ്പിലേക്ക് വന്നിരുന്ന ആ വഴിയാണ്. ആ ബാസ്പ്രസ് കടലിന് ഒരു പാലം പണിതുണ്ട്. അത് ബ്രിട്ടീഷുകാർ പണിത് കൊടുത്തത്. നല്ലൊരു പാലം പണിതായിരുന്നു, മനസ്സിലായോ? അത് പണിയാൻ പോലും അറിയാൻ പാടാത്ത ഉമാരുണ്ട്. ഇതാണ് ഉമാരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അത് കഴിയാത്തതിന്റെ കാരണം ഈ മനുഷ്യർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യർക്കൊക്കെ കഴിവുള്ളവരും വിവരമുള്ളവരും തലച്ചോറിന്റെ കാര്യത്തിൽ ഇവർക്കെല്ലാം വലിയ വ്യത്യാസമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതെന്തുകൊണ്ട് സാധിക്കുന്നെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ മാലിന്യം ഇവരുടെ തലയിൽ കയറി കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർ ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ എംപയർ ഉണ്ടായിരുന്ന, ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് ഇവർക്ക് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ല യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അപ്പൊ ഈ ആധുനിക വിദ്യാഭ്യാസത്തോടുള്ള ഇവരുടെ സമീപനം അതാണ് ഇവരുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇന്ത്യയിൽ കേരളത്തിൽ ഇവരുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റി, ഞാനൊരു യൂണിവേഴ്സിറ്റി ഇവരുടെ ഒരു കോളേജ് പഠിച്ച ഒരാളാണ്. ഞാൻ കണ്ട കാര്യം എനിക്കറിയാം. ഇസ്ലാമിയ കോളേജ് ഓഫ് ലോ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ കോളേജിൽ ഞാൻ ഒരു വർഷക്കാലം പോയതില്ല. അവിടെ നടക്കുന്ന അഴിമതികൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? വിദ്യാഭ്യാസം ഇതുപോലെ വ്യഭിചരിക്കുന്ന ആളുകളില്ല. ഒരു എത്തിക്സും ഇല്ലാത്തവരെ വിദ്യാഭ്യാസത്തിലെ. അപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അത് വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാർഗം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പൊതുവെ ക്രിസ്ത്യൻ അച്ഛന്മാരെയൊക്കെ വിമർശിക്കുന്ന ആളാണല്ലോ. അവിടെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം ഒരു മലയാളി അച്ഛൻ പേന കുത്തി ഒഴിച്ചിട്ട് ഇറങ്ങിപ്പോയി. എനിക്ക് ഈ ഡിഗ്രി വേണ്ടെന്ന് പറഞ്ഞു. LLB പഠിക്കാൻ പറ്റുന്ന അച്ഛൻ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ഈ കൂപ്പിയടി ചുറ്റും നടക്കുന്നതാണ്. ഞാൻ നേരിൽ കണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇവരുടെ മതപരമായിട്ടുള്ള ബോധം എടുക്കാൻ തന്നെ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട്
ഇവർക്ക് കഴിയാത്തത് ആർക്കെങ്കിലും കഴിയുന്നുണ്ട് അത് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, പിന്നെ അത് പിടിച്ചെടുക്കുക. ഇതിപ്പം ഇസ്ലാമിക സ്കൂളുകളാണ് കേരളത്തിൽ മാത്രമുള്ളതെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഒരാളും ഒരു നല്ല നിലയിൽ പഠിച്ച് ഒരു ഉയർന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിനെ ഏറ്റവും എത്ര വികൃതമായിട്ട് ഉപയോഗിക്കാം അത്രയും വികൃതമായിട്ടായിരിക്കും ഉപയോഗിക്കുക. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ഞാൻ ക്രിസ്ത്യൻസിനെ ഒക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതാണ്. അവരുടെ ചെയ്തികളൊക്കെ ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷെ ഒരു സത്യം ശരിയാണ്, ലോകത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നതിൽ അവർക്കുള്ളിടത്തോളം പങ്ക് വേറെ ആർക്കുമില്ല. അപ്പൊ അതുകൊണ്ട് ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അവരെ പറിച്ചു കളഞ്ഞ് ബോധപൂർവ്വം ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഗൂഢതന്ത്രമാണിത്. അതാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം പ്രാർത്ഥിക്കാനുള്ള സ്വരം വേണം. ഈ പ്രാർത്ഥിക്കാനാണ് വരുന്നത്, ഇവൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ഇവനെന്തിനാ ഈ സ്കൂളിലോട്ട് വരുന്നത്? സയൻസ് പഠിക്കാൻ വരുന്നത് എന്തിനാ? ഇവൻ ഈ കൂടായ്പ പുസ്തകങ്ങൾ വായിച്ചോണ്ടിരുന്നാൽ പോരെ. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വരുന്നവർ അത് പഠിക്കണം. ആ സ്കൂളിന്റെ നിയമം അനുസരിച്ച്. ഇവിടെ UK ഒരു സ്കൂളില് ഒരു പ്രശ്നമില്ലാതെ നൂറ്റാണ്ടുകളായി ഈ റൺ ചെയ്തുകൊണ്ടിരുന്ന സ്കൂളാണ്. ആ സ്കൂളിന്റെ ലണ്ടനില് ആ സ്കൂളിന്റെ പരിസരത്ത് ഇസ്ലാമിന്റെ എണ്ണം വർദ്ധിച്ചു വേണ്ട സംബന്ധിച്ച് അവര് പറയാണ് പ്രാർത്ഥിക്കാൻ ഈ ക്ലാസ് നടക്കണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം വേണമെന്നാണ്. അതുപോലെ ഈ ഡ്രസ്സ് വേണം, മറ്റേ ഫുള്ള് കവർ ചെയ്ത ഡ്രസ്സ് വേണം. അവസാനം കേസ് ഹൗസ് ഓഫ് ലോർഡ്സിൽ വരെ പോയി. ഹൗസ് ഓഫ് ലോർഡ്സ് വരെ ചെന്നിട്ടാണ് അവസാനം ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞു, സുപ്രീം കോടതി പോയി അന്വേഷണം, ഹൗസ് ഓഫ് ലോർഡ്സ് പെറ്റീഷൻ പോയി, അവസാനം ഹൗസ് ഓഫ് ലോർഡ്സ് ഡിസിഷൻ എടുത്ത് പറഞ്ഞു സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ. മനസ്സിലായോ? അങ്ങനെയാണ് ഒതുങ്ങിയത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പോപ്പുലേഷൻ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇനി ഇവർ ഏതെങ്കിലും സ്ഥലത്തൊരു ടോളറൻസ് ഈ അന്യ മതവിഭാഗങ്ങളോട് കാണിക്കണമെന്ന് ശ്രമിക്കും. ഒരു സ്ഥലത്തും ഇവരെ ഒരു ടോളറൻസ് ഉള്ള ആളുകളല്ല അന്യമത വിഭാഗങ്ങൾ. കാരണം അന്യമത വിഭാഗങ്ങളെല്ലാം മോശക്കാരാണ് ഇവരെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വരുന്ന ആളുകളുടെ ഈ കുടിലതന്ത്രങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിന്റെ പ്രശ്നമായി നിങ്ങൾ പറയരുത്. ക്രിസ്ത്യൻസിന്റെ പ്രശ്നമല്ല ഇത്, ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന്റെ പ്രശ്നമായത്. കാരണം ഒരു ലോ അബൈഡഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയിൽ എല്ലാവരും ലോ അബൈഡഡ് ആയിരുന്നു. ഇത് ക്രിസ്ത്യൻ സ്കൂളിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമം അവിടെ ആ സ്കൂൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ആ നിയമം അനുസരിക്കാവുന്നവരാണ് അവിടെ ചെല്ലുന്നത്. സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യതയാണ്. ഇനി സ്കൂളിന്റെ നിയമം എന്റെ മത പുസ്തകത്തിന് ചേർന്നല്ല, എനിക്ക് മതം പ്രാക്ടീസ് ചെയ്യാൻ അവകാശം ഉണ്ട്, അതുകൊണ്ട് എന്റെ മത താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ ഇത് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ നാട്ടിലൊരു നിയമം ഉണ്ടപ്പം ലാൻഡ് ഓഫ് ലോയല്ലേ നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണുന്നത്, അതോ മതപുസ്തകത്തിലെയാണ്? അങ്ങനെയാണ് എല്ലാവരും മതപുസ്തകത്തിലെ നിയമങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ലാൻഡ് ഓഫ് ലോ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ വരികയല്ലേ? ഇവിടെ ജനാധിപത്യത്തിന്റെ കാര്യമല്ലേ, മതേതരത്വമില്ലാതെ വരികയല്ലേ? ഈ പറയുന്ന ഇരുണ്ട കാലത്തേക്ക് നമ്മളെ നയിക്കല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവരോട് നിയമം ഇവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ മതപുസ്തകത്തിലുള്ള ലോ അല്ല ലോ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്കും കൂടെ ജീവിക്കുന്നതിന് വേണ്ടി, അവർക്കും കൂടെ കൂടി സമന്വയിച്ചു പോകുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതനുസരിക്കാൻ നിങ്ങൾ പഠിക്കാത്തത് നിങ്ങളുടെ കയ്യിലെ ജനാധിപത്യ ബോധമില്ലായ്മയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മതപുസ്തകത്തിന്റെ പ്രശ്നമാണ്. അത് നിങ്ങൾ തിരുത്തുക എന്നുള്ള മാത്രമേ മാർഗമുള്ളൂ. അപ്പൊ ഈ ക്രിസ്ത്യൻ സ്കൂളുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന് കൃത്യമായി കേരള സമൂഹമാണ് എന്തുപറ്റി? എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്, അതോ ആർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. എനിക്ക് ഫോൺ മതി നിർത്തിയ. അത് കേൾക്കായിരുന്നു. അപ്പൊ ഞാൻ താഴെ ഇരിക്കായിരുന്നു, കേൾക്കായിരുന്നു. സ്വിച്ച് വായിക്കുന്ന ക്യാമറ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. കേൾക്കായിരുന്നു. കേട്ടിരുന്നു. ലാസ്റ്റ് നിർത്തിയത് അല്ലാന്ന് വിചാരിച്ചു, ഡിസ്കണക്ട് ആയെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ കുറച്ച് കാര്യം. ഞാൻ ജാവേദ് ടീച്ചർ പറഞ്ഞ ഫുള്ളും കേട്ടില്ല. ലാസ്റ്റ് ഇപ്പൊ ടോം ജോസ് സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കേട്ടെ. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു ബുക്ക്, അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറെ തോട്ട് പ്രോസസ് നമ്മൾ എടുക്കാറുണ്ടല്ലോ. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഇവരെല്ലാരും കൊള്ളക്കാരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ ഈ പിന്നെ ബദർ യുദ്ധം അതുപോലത്തെ യുദ്ധമൊക്കെ വെച്ചിട്ടാണ് ഇവര് കൊള്ളക്കാരാണ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ശരിക്കും ഇവര് അങ്ങനെ തന്നെ ഉള്ള ആളുകളായിരുന്നു അവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഗസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ മേച്ചിൽപ്പുറങ്ങള്, അതായത് ഒയാസിസ് പിടിക്കുക എന്നുള്ള നിരന്തരമായ ഒരു യുദ്ധം ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒയാസിസ് അല്ലെങ്കിൽ സംസം, ഈ രണ്ട് ഈ വാട്ടർ പ്രവിശ്യകള് പിടിച്ചെടുക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇവര് വളരെ കൃത്യമായിട്ട് യുദ്ധങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത്. വലിയ കുടിപ്പകയുള്ള യുദ്ധങ്ങളാണ് നടത്തിയിരുന്നത്. പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന അവിടെ പോകുക, ആ സ്ഥലങ്ങളിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുവരിക, അവിടുത്തെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് അവരെ അടിമകളാക്കി വെക്കുക, ആവശ്യം കഴിയുമ്പോ അവരെ അഴിച്ചുവിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠതയായിട്ടാണ് അവിടെ കണക്കാക്കിയിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകള് എപ്പോഴും എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊള്ള സംഘങ്ങള് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 ഡിവൈഡഡ് പീപ്പിൾസ് ഉണ്ട്. അവര് എന്താ പറയുന്നത്, ഒരു നോബിൾ ബ്ലഡ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ നോബിൾ ബ്ലഡ് എന്ന് പറയുന്ന ആൾക്കാര് പലപ്പോഴും ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് വളർത്തുക, അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ കൊള്ളയടിക്കുക. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവര് എന്തെങ്കിലുമൊക്കെ വ്യാപാരം എന്ന് പറയുന്ന ഇടനില വ്യാപാരം വല്ലപ്പോഴും ഒക്കെയാണ് ഇവര് ചെയ്തിരുന്നത്. അപ്പൊ ഇവരൊരു മെയിൻ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരെ താഴെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് ബ്ലൂ ബ്ലഡ്സ് എന്നാണ് വിളിക്കുന്നത്. ബ്ലൂ ബ്ലഡ്സ് എന്ന് പറഞ്ഞാൽ അറബിയില് വേറെ വാക്കാണ്. മുസാരിയുൻ എന്താ റവായുൻ എന്ന് പറയുന്ന ഒരു, അങ്ങനെയാണ് വിളിക്കുന്നത് അവരെ. അപ്പൊ ഈ ബ്ലൂ ബ്ലഡ് ആയിട്ടുള്ള കാറ്റഗറിയെ ഈ നോബിൾ ബ്ലഡ്സ് എന്ന് പറയുന്ന ആൾക്കാര് നിരന്തരമായിട്ട് വേട്ടയാടും. ഈ വേട്ടയാടലിന്റെ ഒരു രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഇതും കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാലും മനസ്സിലാവും, ഈ ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും നദീതടത്തിലാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വളർന്നു വന്നത്. അവിടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് കർഷകരാണെന്ന് നമുക്ക് മനസ്സിലാവും. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ടാണ് പിന്നീട് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെ സംസ്കാരം അങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മാത്രം ഈ അറേബ്യൻ പെനിൻസുലയില് ഈ മരുഭൂമിയില് ഈ ഒയാസിസില് കൃഷി ചെയ്യുന്ന ആൾക്കാരെ 3-ാം തരമായിട്ടാണ് അവിടെ കണ്ടിരുന്നത്. അപ്പൊ ഈ കൊള്ളയടിക്കുന്ന ആൾക്കാര് ഈ ഒയാസിസിൽ ജീവിക്കുന്ന ആൾക്കാരെ ഫലാഹിൻ എന്ന് പറയും. കർഷകര്, കൃഷി ചെയ്യുന്ന ആൾക്കാര്, ഈ ആൾക്കാരെ അവിടെ വരികയും അവരെ കൊള്ളയടിക്കുകയും അവിടുന്ന് കൊള്ളയടിച്ചിട്ട് അവരെ സ്ത്രീകളെ എല്ലാം എടുത്തിട്ട് പോകും. അങ്ങനെ എടുത്തു പോയി കഴിഞ്ഞിട്ട് കുറെ കാലം ഇവരെ അടിമകളാക്കി വെക്കും. ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് അടിമകളെ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ അടിമകളെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഈ അടിമകൾ മൂവ് ചെയ്യുന്നത് ഒരു ടെറിട്ടറി നോക്കിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിന് അവർ ആദ്യം ഒരു ഒയാസിസ് ആണ്, അല്ലെങ്കിൽ ഒരു ഒയാസിസിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒയാസിസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവര് സംസമിന്റെ അടുത്ത് വരെ ചെല്ലാനാണ് ഇവർക്ക് ആദ്യത്തെ പെർമിഷൻസ് ഒക്കെ ഉള്ളത്. ഈ ഒരു സംസമിലെത്തിയ കുറെ കാലം സംസമിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ പറ്റിക്കൂടി ജീവിക്കും. അവിടുന്ന് പിന്നീട് പതുക്കെ ഈ കർഷകരുള്ള ഒയാസിസിലേക്ക് ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ മൂവിങ് നടക്കുന്ന, ഈ പ്രയാണം നടക്കുന്ന സമയത്തൊക്കെ സൗദി അറേബ്യയില് ഈ മെക്കൻ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന സ്ത്രീകൾക്ക് യാതൊരു വിലയില്ല. അങ്ങനെ മൂവ് ചെയ്യുന്ന ആ സ്ത്രീകളെ എപ്പോ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാം. അതാണ് ഈ എന്താണ് പ്രസവ പലകയിലൊക്കെ സ്ത്രീ കടന്നു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ പലപ്പോഴും ഈ ഖുർആനിലെ ചില വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന
വളരെ മനുഷ്യത്വല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. സുധി അത് പറയണ്ടേ, ഇത് തട്ടം ബേസിക്കലി മാറിപ്പോന്നെന്ന്. ഈ ആൾക്കാരിൽ നിന്ന് വരുന്നതാണ്. കണ്ടില്ല. ഇവരെ സുന എന്നാണ് വിളിച്ചിരുന്നത്, SUNNA, സുന. ഈ സുന എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രധാന ജോലി നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. ദീസ് പീപ്പിൾ ആർ എക്സാക്ട്ലി ഒരു പ്രൊഡ്യൂസിങ് കമ്മ്യൂണിറ്റിയാണ്. അവര് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഈ കൊള്ളയടിക്കുന്നതിന്റെ ഇടയിലുള്ള ബ്ലൂ ബ്ലഡ്സിന് വേണ്ടിയിട്ട് അവര് തുണികൾ തുന്നി കൈകളിൽ തുന്നിയിട്ട് അത് ആ ഒയാസിസിലേക്കുള്ള മൂവിങ്ങില്, സംസം ടു ഒയാസിസ് മൂവിങ്ങില് അവരത് കൊണ്ടുവരികയും അത് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ഉപയോഗിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഇവര്. യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബാക്കി ഏത് സംസ്കാരങ്ങളിൽ പോയാലും കർഷകരും എന്ന് പറയുന്ന ആൾക്കാരും കരകൗശല വിദഗ്ധർ എന്ന് പറയുന്ന ആൾക്കാരും ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് വലിയ സൂപ്പർ പവർ ആവുന്നത് നമ്മൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് മാൻസബ്ദാരി സിസ്റ്റം ഇവിടെ ഔറംഗസീബ് എൻലാർജ് ചെയ്തപ്പോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തപ്പോ സബ്ദാരി സിസ്റ്റം കംപ്ലീറ്റ്ലി പോയി. സബ്ദാരി സിസ്റ്റം പൊളിഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തന്നെ ഇല്ലാതായി. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു നോബിൾസ് ഗ്രൂപ്പ്സ് വലിയ രീതിയിൽ വളർന്നിട്ട് അവരാണ് ഹ്യൂജ് ആയിട്ട് ഫണ്ട് ഇങ്ങനെ മാർക്കറ്റിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതും. അവിടെ ആ സമയത്ത് കരകൗശല വിദഗ്ധരാണ് വളരെയധികം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പല 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 ഇന്ത്യയില് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പലതും ഇങ്ങനെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി അവർ എക്സ്പോർട്ടേഴ്സ് ആയി മാറുകയും അവർ വലിയൊരു സമൂഹത്തിൽ ഇങ്ങനെ കയറി വരുന്ന കാണാൻ പറ്റും. യൂഷ്വലി എല്ലാ രാജ്യത്തും എല്ലാ സമൂഹത്തിലും ഇതാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ സുനകൾക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴൊക്കെ അവരിങ്ങനെ വലിയ രീതിയിൽ മികച്ചൊരവസ്ഥയിലേക്ക് വരുന്നോ അപ്പോഴത്തേക്ക് നേരത്തെ ഈ പറഞ്ഞ ഈ ഷുയിക്കാൽ ബധു എന്ന് പറയുന്ന ആൾക്കാര് വന്നിട്ട് പൂർണ്ണമായിട്ടും അവരെ കൊള്ളയടിക്കും. അവരെ പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ കൊല്ലും. മിക്കവാറും ഇതൊക്കെ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായിരിക്കും. ഈ സ്ത്രീകളെ മുഴുവനും തന്നെ അവരെ കൊള്ളയടിക്കുകയും പിന്നെ അവരെ ഉപയോഗിക്കുകയും വീണ്ടും അവരില് പ്രസവിച്ചിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തോന്നുന്ന ആ പെൺകുട്ടികളെ മുഴുവനും തന്നെ എടുത്തിട്ട് ഇവര് കൊണ്ടുപോയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അവര് ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഇസ്ലാമിൽ ഈ സാധനമൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ആ കൊള്ളയടി സംഘത്തിന്റെ വലിയ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് ഒരു നോബിൾ ആക്ട് ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ പലപ്പോഴും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെ ഈ ആദ്യത്തെ വിഭാഗത്തിന്റെ അകത്തില്ല. അവര് പരസ്പരം, ഇന്ന് നമ്മൾ പറയും ഈ ബുക്കിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അവര് പല ആൾക്കാരെയും സെക്സ് ചെയ്യും, അവർക്ക് സെക്ഷുവൽ ആക്ടിവിറ്റിയോട് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയും. ഇതിൽ ഈ ബുക്കിൽ നിന്നാണ് വരുന്നത്. യെസ്, ഒബ്വിയസ്ലി ബുക്കിൽ നിന്നാണ് വരുന്നത്. ബുക്കിലേക്ക് അങ്ങോട്ടാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ദാക്ഷിണ്യവും മറ്റു വിഭാഗത്തിനോടില്ലായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതേപോലെ ആൾക്കാരെ കൊണ്ടുപോകും. മാത്രമല്ല ഇവര് കണക്കാക്കിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ കാലത്തും ഈ കർഷകരും ഈ കരകൗശല വിദഗ്ധരായിട്ടുള്ള സുന എന്ന് പറയുന്ന വിഭാഗങ്ങളും എപ്പോഴും ഒരു താഴ്ന്ന നിലയിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അവര് അഭിമാനത്തോടെ കണ്ടിരുന്നത്. അപ്പൊ അവരെപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഡിഫറൻസ്, അതായത് പിരമിഡിക്കൽ ഷേപ്പ് ഓഫ് ഡിഫറൻസ് ഇസ്ലാമിലെ അഷ്റഫി, അജ്ലഫി, അഷ്റൽ കാറ്റഗറീസിന്റെ ആ ജാതി ശ്രേണിയൊക്കെ നമ്മൾ നോക്കിയാല് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഈ 4 കാറ്റഗറീസ് എന്ന് പറയുന്ന ഔട്ട്കാസ്റ്റ് മുസ്ലിമിലേക്ക് വരുന്ന, ഇപ്പൊ ഇവിടെയുള്ള ബോറ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാന്, അങ്ങനത്തെ കാറ്റഗറീസിനെയൊക്കെ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തില് സുനയുടെ ഒരു ക്യാരക്ടേഴ്സിനെയാണ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പലപ്പോഴും അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഷ്റഫി, അജ്ലഫി കാറ്റഗറീസ് ഒക്കെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോഴാണ് വന്നത്. ശരിക്കും അങ്ങനെയല്ല. അത് നേരത്തെ ഈ നോബിൾ ആക്ട് എന്ന് പറയുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇത്തരത്തില്
ഈ ഗോത്രങ്ങൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പല ഗോത്രങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇസ്ലാം പല സ്ഥലത്ത് ആളുകൾ അങ്ങനെ പരിഹസിക്കുന്നതാണ്. ഇസ്ലാമിനെ വിമർശിക്കുമ്പോ ഒക്കെ സഹിഷ്ണുതല്ല. വേറെ മതങ്ങളെ നിങ്ങൾ എത്ര വിമർശിച്ചോ അപ്പൊ അവര് ആ വിമർശനം കേൾക്കുകയും അസഹിഷ്ണുത അങ്ങനെ കാണിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ ആരും സഹിഷ്ണുത കാണിക്കില്ല ഇസ്ലാമില്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇസ്ലാമിനെ പരിഹസിക്കുക എന്ന് പറയുന്നത് അതിനൊരു കാറ്റഗറി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ആരെങ്കിലും ഇത്തരത്തില് അവരെ പരിഹസിക്കുകയോ അവരെ കൊള്ളയടിക്കലിനെ അവരുടെ ഈ ക്രൂരതയെ ഒക്കെ അത് മോശമാണെന്നോ പരിഹസിക്കുന്ന രൂപേണയോ ചെയ്താല് അവരെ സുലൂബ ഷറാരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന ആളെ വലിയ രീതിയിൽ പരിഹസിക്കുകയും നാലാമത്തെ സുന കാറ്റഗറിക്കും താഴെയുള്ള കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവരെ പീഡിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ഇതൊരു ഇവരെ കുറിച്ചുള്ള ഒരുപാട് നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്താല് നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ നോക്കിയാല് ഇത് കമ്മ്യൂണിറ്റി നമ്മുടെ ഇസ്ലാം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓസാൻ കമ്മ്യൂണിറ്റിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മരണ ചടങ്ങിനോ അവർ പങ്കെടുക്കില്ല. നമ്മൾ വിചാരിക്കാതെ എന്താ അങ്ങനെ പങ്കെടുക്കാത്തത്? ഇസ്ലാമിൽ അതിന്റെ കാറ്റഗറൈസേഷനിൽ ഔട്ട്കാസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ബോറയൊക്കെ ഔട്ട്കാസ്റ്റ് മുസ്ലിംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഔട്ട്കാസ്റ്റ് മുസ്ലിം കാര്യവും ഇതേ പെനിൻസുലയിൽ നിന്ന് ഇതേപോലെ തന്നെയാണ് അവര് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഈ സുനയ്ക്കും ശേഷം പുറത്താക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവര് എപ്പോഴും നിങ്ങള് അടിമകളാണെന്ന് വെച്ചാല് അടിമകളല്ല, അടിമകൾക്കും താഴെയുള്ള ആൾക്കാര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവര് ഈ 4 കാറ്റഗറിക്കും പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് അടിമകളായ സ്ത്രീകളെ പോലും വിവാഹം കഴിക്കാനോ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു കുടുംബജീവിതം ഈ 4 സമൂഹങ്ങൾ അറിഞ്ഞുകൊണ്ടോ നടത്താൻ ആദ്യത്തെ ഈ നോബിൾ ബ്ലഡ് എന്ന് വിളിക്കുന്ന ഈ ആൾക്കാർ സമ്മതിച്ചിരുന്നില്ല. ഇങ്ങനൊരു വ്യവസ്ഥയാണ് അവിടെ മൊത്തത്തില് ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊരു കുറച്ച് മാറ്റമുള്ളത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 300-350 കിലോമീറ്റർ പോകുമ്പോൾ നബാറ്റിയൻസിന്റെ അല്ലൂല പോലത്തെ സ്ഥലങ്ങള് വളരെ സാംസ്കാരികപരമായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. ഈ സാംസ്കാരികമായിട്ടുള്ള അല്ലൂല പോലത്തെ പ്രദേശങ്ങളിൽ ഈ ആൾക്കാര് ഈ പറയുന്ന മുഹമ്മദ് ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശങ്ങളിലെ ആൾക്കാര് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പഴയ അറബിക്കിന്റെ സഫൈറ്റിക് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സഫൈറ്റിക് ഭാഷ എന്ന് പറയുന്ന ഭാഷയില് വലിയ രീതിയിലുള്ള ചെറു കവിതകളൊക്കെ എഴുതിയിരുന്ന ആൾക്കാരാണ്, കഥകളൊക്കെ എഴുതിയിരുന്ന, നാടോടി ഇതെല്ലാം എഴുതി വെച്ചിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് ധാരാളമൊക്കെ ചെയ്തിരുന്ന വളരെ അമേസിംഗ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ്. എനിക്കൊന്ന് ഈ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലുലയിലേക്ക് അങ്ങോട്ട് പോകരുത്. അതൊക്കെ എവിടുന്നാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ചോദിച്ചില്ലേ ഇവരെന്താണ് വിദ്യാഭ്യാസം കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതൊന്നും ചെയ്യാത്തത്? ആ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഹയർ ആയിട്ടുണ്ടായിരുന്ന ഒരു സമൂഹവുമായിട്ട് നിങ്ങൾ എപ്പോഴും ഡീലിംഗ് ചെയ്തിട്ട് കിടക്കണം. നിങ്ങൾ ഒരിക്കലും അതിനോട് അടുത്ത് നിൽക്കരുത് എന്നുള്ള ഒരു രീതിയായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു 300-350 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ ഒരിക്കൽ പോലും ഇതുപോലെ നമ്മൾ നോക്കിയാല് വളരെ കുറച്ച് 1-2 ആൾക്കാർ മാത്രമാണ് പെട്രയിലേക്കൊക്കെ വ്യാപാരത്തിന് പോകുന്നത്. അത് ഇടകലർന്നുള്ളൊരു ചെറുകിട വ്യാപാരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ കാരവൻ ട്രേഡ് റൂട്ട്സിന്റെ ഭാഗമായി നിന്നിരുന്ന നോബിൾ ബ്ലഡ്സ് വളരെ റെയർലി മാത്രമാണ് അവിടത്തേക്ക് പോയിരുന്നത്. അപ്പൊ ഇവരിങ്ങനെയാണ് സംസ്കാരമുള്ള ആൾക്കാരോടൊന്നും കമ്പനി ആവാനോ അവരിൽ നിന്ന് പഠിക്കാനോ അവരിൽ നിന്ന് തിരുത്താനോ ഒന്നും ഒരിക്കൽ പോലും ശ്രമിച്ചിരുന്നില്ല. തിരുത്തുന്നതും ഇങ്ങനെ തിരുത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസോ വരുന്നു എന്ന് പറയുന്നത് അവര് വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്.
ആളുകളെ ആക്രമിക്കുകയും കീഴടക്കുകയും കൊള്ളയടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല പ്രവൃത്തിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാൻ അവിടുത്തെ തന്നെ ഒരു ഇസ്ലാം ഏത് രൂപത്തിൽ എടുത്താലും ലോകത്തിന്റെ ഏതു കോണിൽ പോയിരുന്നാലും ശരി അവരുടെ തനി നിറം കാണിക്കാതെ വരില്ല. എവിടെയായിരുന്നാലും ശരി. ഇപ്പോ ഇസ്ലാമിക സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് ഇവർക്ക് അപ്പിക്കുപ്പായത്തിന് വേണ്ടി വാദിക്കേണ്ടി വരില്ല. ഇവർക്ക് അവിടെ പോയി പഠിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളത് മുസ്ലിങ്ങൾക്കാണല്ലോ. അപ്പോ MES പോലും അപ്പിക്കുപ്പായം പറ്റില്ല. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഏജന്റ്, അതല്ലെങ്കിൽ ഒരു സ്ഥാപന നേതാക്കന്മാരാണ് ഫസൽ ഗഫൂറും ടീമും ഒക്കെ. അപ്പൊ ആ MES പോലും ഈ ഐഡന്റിറ്റി മറയ്ക്കുന്ന വസ്ത്രം അവര് അനുവദിക്കുന്നില്ല. എന്നിട്ട് ഇവരെന്തിനായിരിക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഈ വേഷം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ അപ്പിയിടാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കുപ്പായം, മാനവരിൽ മനോഹരന്റെ ഭാര്യമാർ, അടിമ പെണ്ണുങ്ങൾ, മറ്റവർ എല്ലാവർക്കും മലമൂത്ര വിസർജനം ഒന്നുപോലെ തന്നെ വേണമല്ലോ. ആ സമയത്ത് പോകുമ്പോൾ ഇടുന്ന വസ്ത്രമായിരുന്നു ഇത്. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പിയിട്ടുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒളിഞ്ഞു നോക്കി കൂക്കു വിളിച്ചെന്നും പറഞ്ഞ് ഉമറിന്റെ ആഗ്രഹമായിരുന്നു ഈ കറുത്ത ചാക്കിനകത്ത് അവരെ മൂടുക എന്ന്. ആരോ ഒളിഞ്ഞു നോക്കി. അങ്ങനെ മനോഹരൻ ഉമറു പറഞ്ഞു കൊടുത്ത ബുദ്ധിയിൽ അള്ളാഹുവിന് ഉദിച്ച ബുദ്ധിയാണ് ഈ അപ്പിക്കുപ്പായം. എപ്പോ ഇവര് നടന്നു പോയാലും ഇവര് ടോയ്ലറ്റിലേക്ക് പോകുവാണ്, ഈ പർദ്ദയിട്ടവരെ കണ്ടാൽ ഉടനെ തൂറാമുട്ടി ഓടുന്നവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അങ്ങനെയാണ് ഈ വിശുദ്ധ കിതാബിന്, വിശുദ്ധ കുപ്പായത്തിന് ഈ പേര് വന്നത്. നിങ്ങൾക്ക് വിശുദ്ധ കുപ്പായമാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന്റെ ചരിത്രം അറിയുന്ന സ്ഥിതിക്ക് ഇത് വിശുദ്ധ കക്കൂസ് വേഷമാണ്. ഒരു പക്ഷേ ഇന്നത്തെ പോലെ നവീകരിച്ച രൂപത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമ്പ്രദായം ഉണ്ടാകുമായിരുന്നില്ല. ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കുറച്ച് വീടിന്റെ അടുത്താണെങ്കിലും കുറച്ച് ദൂരെയായിട്ടുണ്ടായിരുന്നെങ്കിൽ അതുപോലും അള്ളാഹുവിന്റെ പ്രവാചകന് ബുദ്ധി ഉപദേശിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള ഓരോ നിയമങ്ങളുണ്ട്. അതനുസരിക്കാൻ പറ്റാത്ത ആളുകൾ ആ സ്ഥാപനത്തിൽ പോകരുത്. ശരിയല്ല. അതാണ് മിനിമം മര്യാദ. ഈ അപ്പിക്കുപ്പായം ധരിച്ച് ഒരു സ്ഥാപനത്തിലും പ്രവേശനം അനുവദിക്കരുത്. അങ്ങനെ വന്നാൽ ഇവരൊന്നും ആളെ തിരിച്ചറിയാതിരിക്കാം, അവരുടെ വ്യക്തിത്വം മറയ്ക്കുന്ന എന്ത് കള്ളത്തരവും ചെയ്യാൻ ഈ വേഷമിട്ട് സാധിക്കും എന്ന രൂപത്തിൽ ഈ അപ്പിക്കുപ്പായം ധരിച്ച് പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കണം. പെണ്ണ് എന്ന് കേട്ടാൽ തന്നെ നിയന്ത്രണം വിടുന്ന മമ്മദിന്റെ അടിമകളെ പോലെയാണ് എല്ലാവരും എന്ന് ചിന്തിക്കുന്നത് തെറ്റ്. എല്ലാവരും ആ കാറ്റഗറിയിൽ ചിന്തിക്കുന്നവരല്ല. ചെറിയ കുഞ്ഞുമക്കൾ, പുഷ്പം പോലെ വിടർന്നു വരുന്ന റോസാ പുഷ്പം പോലെയുള്ള കുഞ്ഞുങ്ങളെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറക്കി നിർത്തിയിട്ട് അവരെ ഓടിച്ചു വിടുക. എവിടേക്ക്? മദ്രസകളിലേക്ക്. ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏതു ഭാഗം കാണുമ്പോഴാണ് ഈ ഉസ്താദുമാർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്? ചോദിച്ചു പോകുന്നതാ. ആ പൈതലുകളെ പോലും വെറുതെ വിടാത്ത ഈ കൂട്ടര് എല്ലാവരും ആ കാറ്റഗറിയിലാണ് എന്ന് ചിന്തിക്കും. നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കണ്ടാൽ കയറി പിടിക്കുമോ? ശരിക്കു പറഞ്ഞാൽ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് നിന്നിട്ട് സംരക്ഷണം വേണം മുസ്ലിം സ്ത്രീകൾക്ക്. ആരിൽ നിന്ന്? മുറിയന്മാരിൽ നിന്ന്. മുറിയന്മാരിൽ നിന്ന്, അവരുടെ കണ്ണുകളിൽ നിന്നും നാവുകളിൽ നിന്നും സ്വയംഭോഗത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് അപ്പിക്കുപ്പായം വേണം. മറ്റു സ്ത്രീകളെ കണ്ട് ഇവരെന്തെങ്കിലും ഗോഷ്ഠികൾ കാണിച്ചാൽ അണ്ണപ്പല്ല് തെറിപ്പിക്കും. അപ്പോൾ പ്രശ്നമാർക്കാണ്? ഇവിടെ പട്ടിക്കാണ് പേ പിടിച്ചിരിക്കുന്നത്. തല്ലിക്കൊല്ലണം, കെട്ടിയിടണം.
അല്ലെങ്കിൽ ചികിത്സിക്കണം. എന്തായിരുന്നാലും പൂട്ടിയിടണം നിർബന്ധം. അതുപോലെ കാമഭ്രാന്തു മൂത്ത മുറിയൻസ് ടീമിനെ പൂട്ടിയിട്ട് ചികിത്സിക്കണം. ഇന്നത്തെ പോലെ കക്കൂസ് സംവിധാനങ്ങൾ, അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ല. അങ്ങനെയാണ്. അപ്പോ ഈ അപ്പിക്കുപ്പായത്തിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ പഠിച്ച് എന്താവാനാ? ഇവര് പറയുന്നു ഗണപതി മിത്താണ് എന്നല്ലേ നമ്മുടെ ഷംസീർ സ്പീക്കർ പറഞ്ഞത്. ഹിന്ദുക്കൾ ശിവന്റെ ലിംഗത്തെ പൂജിക്കുന്നു എന്നല്ലേ പറഞ്ഞു. ഇന്ത്യ അപ്പിക്കുപ്പായത്തെ തൊടാൻ ധൈര്യമില്ലാത്തത്. ഹിന്ദുക്കളെ നമുക്ക് എത്ര വേണമെങ്കിലും അവഹേളിക്കാം, ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെ എത്ര വേണമെങ്കിലും നമുക്ക് ചവിട്ടി മെതിക്കാം, തിരിച്ചു കിട്ടുമ്പോഴും അനുഭവിക്കണം കേട്ടോ. അപ്പോ ഈ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി നിന്ന് തൂറാമുട്ടുന്നവരെ പോലെ പർദ്ദയും മക്കനെയും ഇട്ടിട്ട് ഓടുന്ന ടീമിനെ കണ്ടിട്ട് വിവരമുള്ള ഒരു വിഭാഗം ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തു. അതിനകത്ത് ഞാനും കയറിയിട്ടുണ്ട് വർഷങ്ങളോട്. ബുഖാരി, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1-ാം വാള്യത്തിലെ 4-ാമത്തെ പുസ്തകത്തിലെ 148-ാമത്തെ ഹദീസ് ആയിഷ നിവേദനം ചെയ്യുന്നു. പ്രവാചകന്റെ ഭാര്യമാർ രാത്രിയിൽ അപ്പിയിടാൻ മദീനയിലെ ബാക്കിയയ്ക്ക് സമീപമുള്ള വിശാലമായിട്ടുള്ള തുറസായ ഒരു സ്ഥലത്തേക്ക്, അതായത് അൽ മനാസി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, അവിടേക്ക് പോകാറുണ്ടായിരുന്നു. ഉമർ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ മൂടുപടം ധരിക്കാൻ അനുവദിക്കൂ. പക്ഷെ അള്ളാഹുവിന്റെ ദൂതൻ അങ്ങനെ ചെയ്തില്ല. ഒരു രാത്രി പ്രവാചകന്റെ ഭാര്യ സൗദ രാത്രി നമസ്കാരമായിട്ടുള്ള ഇഷ നമസ്കാര സമയത്ത് അപ്പിയിടാൻ പോയി. അവരൊരു ഉയരമുള്ള സ്ത്രീയായിരുന്നു. ഉമർ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ഓ സൗദ, നിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു കേട്ടോ. പ്രവാചകന്റെ ഭാര്യമാർ അപ്പിയിടാൻ പോകുന്നിടത്ത് എന്താണ് ഉമറിന് കാര്യമെന്ന് ചോദിക്കരുത്. മാറുമറയ്ക്കുന്ന സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകളല്ല, സ്വതന്ത്ര സ്ത്രീകളാണ്, മറ്റവർ അടിമകളാണ്. അപ്പൊ അടിമ പെണ്ണുങ്ങളെയും ഉടമ പെണ്ണുങ്ങളെയും തിരിച്ചറിയണം. ഉമർ എന്തിനാണ് ഇവർ അപ്പിയിടുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നത്? കയറി കണ്ട് പണിയാൻ. കളിക്കാൻ പെണ്ണുങ്ങളെ നോക്കി രാത്രി ഇറങ്ങുന്നതാ നബിയുടെ അനുചരന്മാരും ടീമും. ആ സമയത്ത് മാറുമറച്ചിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ അപ്പിക്കുപ്പായം മൂടുപടം മാറിലൂടെ താഴ്ത്തിയിടാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ ഉടമ സ്ത്രീകളാണ്, അവരെ പിടിക്കാൻ പാടില്ല. ഇനി മാറുമറച്ചിട്ടില്ലാത്ത സ്ത്രീകളാണെങ്കിൽ കയറി പിടിച്ചു കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് തിരിച്ചു കൊണ്ടുവിടാം. അപ്പൊ അവരുടെ സൗകര്യത്തിനു വേണ്ടിയാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു നിയമം പോലും കൊണ്ടുവന്നത്. പ്രവാചകന്റെ അനുയായികൾക്ക് യഥേഷ്ടം വ്യഭിചരിക്കാനുള്ള സൗകര്യം. മനസ്സിലായോ? അല്ല എന്നവർ തെളിയിക്കട്ടെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിലും. അങ്ങനെ അള്ളാഹു ഹിജാബ് ഇറക്കുന്നു. മൂടുപടം ഇവര് ധരിച്ചോട്ടെ, കാരണം ഉമറിന് ആശങ്കയും. അതായത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മര്യാദക്കിരുന്ന് മൂത്രമൊഴിക്കാനും രണ്ടിനു പോകാനും കക്കൂസുണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യമില്ലാത്ത പ്രവാചകൻ അവര് കുറ്റിക്കാട്ടിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി ഉണ്ടാകത്തില്ലായിരിക്കും. ഒരു കുഴി കുഴിച്ചൊരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കി ഒരു ചാക്ക് കൊണ്ടോ തുണി കൊണ്ടോ എങ്കിലും മറച്ച് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ചെറിയ ടെമ്പററി സൗകര്യങ്ങളെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നബി പരാജയപ്പെട്ടതുകൊണ്ട് വീണ്ടും പ്രവാചകന്റെ ഭാര്യമാർ അപ്പിക്കുപ്പായവും ധരിച്ച് അപ്പിയിടാൻ പോയി. ആ സഞ്ചരിക്കുന്ന കക്കൂസുകളാണ് ഇന്ന് പർദ്ദയായിട്ട് ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഇരിക്കുമ്പോഴും അപ്പിയിടാൻ മുട്ടത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അപ്പിയിടുമ്പോഴിടുന്ന കുപ്പായം മതി നമുക്ക്. ഇതാണ് സത്യം. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് നോക്കാം. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 1-ാമത്തെ വാള്യം 4-ാമത്തെ ബുക്ക് നമ്പർ ഹദീസ് നമ്പർ 148.
അപ്പോൾ മലമൂത്ര വിസർജനത്തിനു വേണ്ടി പ്രവാചകന്റെ ഭാര്യമാരുപയോഗിച്ചിരുന്ന തുണിക്കു വേണ്ടി ഇന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്ലാമിക വർഗീയത, വിഭാഗീയത, താൻ പ്രമാണിത്വം, നമ്മൾ മാത്രം എന്തോ വലിയ സംഭവം, മറ്റവരാരും ഒന്നുമല്ല എന്ന് മറ്റുള്ളവരെ അടിച്ചമർത്തി സ്വന്തമായി മാത്രം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഈ വിഭാഗം ലോകത്തിന്റെ എല്ലാ കോണിലും പ്രശ്നങ്ങളാണ്. ഇവരെ മറ്റുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും അവരുടെ സ്വൈര ജീവിതത്തിനും വിഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് ഈ ഭീഷണിയായിട്ടുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം, തിരിച്ചറിയണം. അപ്പൊ പ്രവാചകൻ അന്ന് യുദ്ധം ചെയ്യാനും മറ്റുമൊക്കെ ആയിരുന്നു സമയം. അന്ന് പ്രവാചകന്റെ ഭാര്യമാർക്ക് മലമൂത്ര വിസർജനത്തെ കുറിച്ച്, അതിനെന്തെങ്കിലും ടെമ്പററി ആയിട്ടൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത പ്രവാചകൻ വീണ്ടും അവർ നാളെയും അതേ സമയമാകുമ്പോൾ വെളയിൽ പോകട്ടെ എന്ന് ചിന്തിച്ചു. അപ്പൊ ഈ വിഭാഗം ലോകത്തിന്റെ എല്ലാ കോണിലും ഈ അപ്പിയിടാൻ പോകുമ്പോഴുള്ള കുപ്പായവുമായിട്ട് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരെ സമൂഹം മാറ്റി നിർത്തണം. അവരെ സമൂഹം തിരിച്ചറിയണം. തിരിച്ചറിയേണ്ടുന്ന സാഹചര്യം ഒരുപാട് അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇപ്പോ ഇവര് ഈ രൂപത്തിലാണ് ഇവര് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവര് ഭൂരിപക്ഷമായാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രം ഭീകരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന്. ബംഗ്ലാദേശിലെ 25 കോടി മുസ്ലിങ്ങളെ മാറ്റി നിർത്താം, പാകിസ്ഥാനിലെ 25 കോടി മുസ്ലിങ്ങളെയും കൂടി യോജിപ്പിക്കാൻ, ഇന്ത്യയിലെ 25 കോടി മുസ്ലിങ്ങളും കൂടി ചേർന്നാൽ അഖണ്ഡ ഭാരതത്തിലെ 75 കോടി മുസ്ലിങ്ങൾ എന്ന യാഥാർത്ഥ്യം സ്വപ്നം പോകണം. റൈറ്റ്? അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടാകും. ലോക്സഭയില് 280 തൊപ്പിയും തലപ്പാവും ഇട്ട് നീണ്ട താടിയും വെച്ചിരിക്കുന്ന ഒസാമ ബിൻ ലാദന്മാർ. ചിന്തിച്ചു നോക്കാം. 2025 അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് എപ്പോഴാണ്? 2024 അല്ലേ? അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടണോ ബംഗാൾ ഉൾക്കടലിലേക്ക് ചാടണോ തീരുമാനിച്ചാൽ മതി. പോകാനിടവില്ലല്ലോ. നമ്മുടെ ഇന്നലെ വരെ നമ്മളെ കണ്ടിരുന്ന സ്വന്തം മതേതര സഹോദരന്മാര്, മുസ്ലിം സഹോദരന്മാര്, നിങ്ങൾ ക്ഷേത്രത്തിലും ചർച്ചകളിലും ഒക്കെ നോമ്പുതുറ സംഘടിപ്പിച്ചവരെ ആദരിച്ചില്ലേ? നബിദിനത്തിന് കുട്ടികൾക്ക് ഘോഷയാത്രയ്ക്ക് വന്നപ്പോൾ നോട്ടുമാല ഇട്ടുകൊടുത്തിട്ട് അവരെ സ്വീകരിച്ചില്ലേ? അവരൊക്കെ സ്വന്തം രാജ്യമാക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ തലയെടുക്കാൻ വാളു വീശിക്കൊണ്ടിരിക്കും. ഒക്കെ ഒരു തുടക്കം. പാകിസ്ഥാൻ കാശ്മീരിന്റെ ഭാഗമാകണമെന്നും ബലൂചിസ്ഥാനും സിന്ധും ഇന്ത്യയിൽ ചേരണം എന്നും പറഞ്ഞ് ഇവര് തർക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് അറിയുന്നവർക്കറിയാം, അല്ലാത്തവര് നട്ടം തിരിയും. ഇവിടെയുള്ള അമുസ്ലിങ്ങൾ അതൊക്കെ തിരിച്ചറിയുമ്പോൾ സമയം ഏറെ വൈകിയിരിക്കും. നമ്മൾ ഏതും പറയാറില്ലേ, ഓണത്തിനാണ് ഓണപ്പുടവ, അതല്ലെങ്കിൽ അത് വെറും ഒരു വെള്ളമുണ്ട് മാത്രമാണ്. നമുക്കിപ്പോ 1 കോടി രൂപ തലേണയുടെ അടിയിൽ വെച്ചിട്ടിരിക്കുന്നു. നമ്മൾ വിശക്കുന്നെങ്കിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും തന്നെ വേണം. വിശന്ന് വലയുന്ന മനുഷ്യന് കോടികളിന് നോട്ടുകെട്ട് വാരി വായിലിട്ടിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അവന് കഞ്ഞിയും വെള്ളവും തന്നെ വേണം. അത് തിരിച്ചറിയുന്നവരോട് മാത്രമേ നമ്മൾ ഈ വസ്തുതകളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോ ഈ അപ്പിക്കുപ്പായത്തിന് വേണ്ടിയുള്ള ഇവരുടെ ഈ പ്രഹസനങ്ങളൊന്നും ജന്യുനല്ല. മതപരമായിട്ടുള്ള ഇവരുടെ താല്പര്യങ്ങളായിരുന്നു ഈ ഹിജാബിന് പിന്നിലെങ്കിൽ ഒരിക്കലും ഈ വിഷയം വൈറലായി കോൺഗ്രസ്സുകാരിടപെട്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ പിതാവും കുട്ടിയും അഭിപ്രായം പെട്ടെന്ന് മാറ്റുന്നത്? ഇനി ഞങ്ങൾ യൂണിഫോം അനുസരിച്ചിട്ട് മുന്നോട്ട് പോയിക്കോളാം എന്ന്. നേരത്തെ അത് തന്നെ പോരായിരുന്നു? അപ്പോ ആര് പറഞ്ഞതിനനുസരിച്ചിട്ടായിരുന്നു ഇവർ ഇറങ്ങി തിരിച്ചത്? വെറുതെ അല്ല പറയുന്നത്.
വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി തന്നെയാണ്. മതമണ്ടന്മാര് പരസ്പരം ഇങ്ങനെ തമ്മീത്തല്ല് കൂടിക്കൊണ്ടേയിരിക്കും, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഈ ഹിജാബ് വിവാദത്തെ തുടർന്ന് കേരളം ഒരു കാര്യം അടിവരയിട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കൂട്ടർ എവിടെ നിന്നാലും തലവേദനയാണ്. ഇവര് ഇന്ന് മര്യാദക്കാരായിട്ട് അഭിനയിച്ചു നിൽക്കും. തരം കിട്ടിയാൽ ഇവരുടെ മത തീവ്രത എടുത്തു വിളമ്പും. ഇപ്പൊ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ മാത്രം വിഷയമല്ല ഇത്. നിർമ്മല സ്കൂളിലെ വിവാദം എന്തായിരുന്നു? നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ സർവ്വസാധാരണമായി ഇവർ ഏതൊരു ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിലും ഇവർ നുഴഞ്ഞു കയറും, പ്രശ്നമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ. ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഹിജാബ് ധരിക്കാതെ വരാം എന്ന് ഈ കുട്ടി ആ സ്ഥാപനത്തിന് സമ്മതപത്രം നൽകുന്ന പക്ഷം മാത്രമേ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാൻ സാധിക്കൂ എന്ന് മാനേജ്മെന്റിന്റെ നിലപാട്. ആ മാനേജ്മെന്റിന് സല്യൂട്ട്. കാരണം ഇനിയും ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകരുത്. സമ്മതപത്രം, കാരണം നാളെ ഈ കുട്ടിക്ക് അയ്യോ എനിക്ക് എന്റെ മതവേഷം ധരിച്ചേ പറ്റുള്ളൂ, ഞാൻ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ പാപ്പ സ്വപ്നം കണ്ടു, എനിക്ക് മതവേഷം പറ്റില്ല, എനിക്ക് സ്വർഗം വേണം, എനിക്ക് പരലോകം വേണം, ശിക്ഷയുണ്ട്, സ്വർഗമുണ്ട്, വിചാരണ പോവച്ചേന്ന് ഞാനൊക്കെ ആണെങ്കിൽ പറയും. അപ്പോ ഈ വിഷയത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമൊന്നുമായിട്ടില്ല. വിദ്യാർത്ഥിനി ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല. കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മുമ്പ് നടന്ന ഒരു സമവായ ചർച്ചയിൽ നിബന്ധന അംഗീകരിച്ചിരിക്കുന്നു എന്ന് രക്ഷിതാവ് വ്യക്തമാക്കി. CPI-ക്കാര് ഇത് വിട്ടിട്ടില്ല കേട്ടോ. കുട്ടിയും വിട്ടു, പിതാവും വിട്ടു. പക്ഷെ അവർക്കിതൊരു വിഷയമാക്കണമായിരുന്നു. അവർക്ക് വേണ്ടി ഇവരും നിന്നുകൊടുത്തതാണ്. ഇപ്പോ സമ്മതപത്രം നൽകാതെ ആ കുട്ടിക്കിനെയും സ്കൂളിൽ തുടരാൻ അനുവദിക്കില്ല, തുടരാൻ പറ്റില്ല എന്ന് മാനേജ്മെന്റ് ഉറച്ച നിലപാടിൽ നിന്നും. ഈ ഉറച്ച നിലപാടിൽ നിന്നാൽ മാനേജ്മെന്റിന് മുന്നോട്ട് പോകാൻ കഴിയും. അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളിൽ ഈ മാനേജ്മെന്റ് ചെന്ന് കയറും. ഇതിപ്പോ ഒരു മുസ്ലിം കുട്ടിയെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. മറ്റു 100-ലധികം മുസ്ലിം കുട്ടിയെ ഇതേ പ്രശ്നങ്ങളുമായി രംഗത്തിറക്കാൻ ഇവർക്ക് ഒരു പ്രയാസവുമില്ല. നിഷ്പ്രയാസം മതിയാകും. വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിനെ വിമർശിച്ചിട്ടുള്ള പ്രസ്താവനകൾക്ക് പിന്നാലെ വിവാദം പരിഹരിക്കപ്പെട്ടതായി കരുതപ്പെട്ടിരുന്നു മാധ്യമങ്ങളിലൂടെ. വീണ്ടും തലപൊക്കിയത് സ്കൂളിലെ നിലപാടുകൾ വ്യക്തമാക്കാതിരിക്കുന്നതിനാണ്. സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് സമ്മതപത്രം നൽകിയാൽ മാത്രമേ കുട്ടിക്ക് പ്രവേശനം നൽകൂ എന്ന് വ്യക്തമാക്കി. അവരുടെ ആ നിലപാടിൽ കേരളം സല്യൂട്ട് അടിച്ചു. ഈ അനിശ്ചിതത്വം തുടരുന്നത് സമ്മതപത്രം നൽകാത്തതാണ്. കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയിട്ടില്ല. പനിയാണെന്നാണ് പിതാവ് നൽകുന്ന വിശദീകരണം. ഇതിന്റെയും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറയുന്നത്. DAEO ഫോൺ റെക്കോർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു ആ റെക്കോർഡിങ്ങിലൂടെ. വിവാദത്തെ തുടർന്ന് 2 ദിവസമായിട്ട് അടച്ചിട്ടിരുന്ന സ്കൂള് കഴിഞ്ഞ ദിവസം വീണ്ടും തുറന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇപ്പോഴും സംരക്ഷണം തുടരുന്നത്. ഒരു കുട്ടി വിചാരിച്ചപ്പോൾ, ഒരു പേരന്റ് വിചാരിച്ചപ്പോൾ ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസം 2 ദിവസത്തേക്ക് തടസ്സപ്പെടുത്താൻ സാധിച്ചെങ്കിൽ ഇതിനെയൊക്കെ ഇനി ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചിന്തിക്കണം. ഞാനൊക്കെ ആണെങ്കിൽ അത് ചിന്തിക്കുക തന്നെ ചെയ്യും. ഇവർക്ക് പഠിച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടി ഏതെങ്കിലും നിലകളിൽ എത്താനാണ് ആഗ്രഹമെങ്കിൽ ഇവർ വിദ്യ അഭ്യസിക്കട്ടെ. അതല്ല മതം പഠിച്ച് മതം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളല്ലേ ഇവർ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കടുത്ത വിമർശനം നടത്തിയതോടുകൂടിയാണ് ഈ വിഷയം വിവാദമാകുന്നത്.
മതവിശ്വാസം നമ്മുടെ സ്വകാര്യതകളായി അവസാനിക്കണം. അത് പൊതുസമൂഹത്തിൽ ഇറക്കി മറ്റുള്ളവരുടെ തലയിൽ കൂടി ഇത് കെട്ടിവെച്ച് തീവ്രമായ ആശയങ്ങൾ മറ്റുള്ളവരെ കൂടി അടിച്ചമർത്തി അവരെ കൂടി നിർബന്ധിപ്പിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കരുത്. ജാതി, മത, സാമ്പത്തിക വ്യത്യാസങ്ങൾ കുട്ടികളിൽ അനുഭവപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഉണ്ടായാൽ അവരിൽ അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കാൻ, അത് അവരുടെ പഠനത്തെയും തുല്യതയെയും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ യൂണിഫോം എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമാക്കിയത്. ആദ്യമായിട്ട് തന്നെ ക്രിസ്ത്യൻ സഭകൾ തുടങ്ങിയ സ്കൂളുകളിലാണ് യൂണിഫോമിറ്റി വരുന്നത് തന്നെ. അതിനിടെ